നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരാളല്ല നമ്മൾ ലൈഫിൽ ചൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ അവളൊരു ബിഗ് ബോസ് സീസണിൽ ഈ സീസണിൽ പോകുന്നുണ്ടോ ഒരു തവണ പറഞ്ഞ് എനിക്കതൊരു പണിയായതുകൊണ്ട് ഹൗസ് ടോട്ടൽ എൻ്റെ അമ്മയ്ക്ക് ലവ് വെള്ളം കുടിച്ചിട്ട് വരാം ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ഇത് എനിക്ക് ലേറ്റ് ആയിട്ട് ചെയ്യണ ഒരു വീഡിയോ ആണെന്ന് അറിയാം. കാരണം നമ്മളെ വീട് പാല് കാച്ചി കഴിഞ്ഞ മുതൽ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരണുണ്ട്. അത് ഇത് അങ്ങനെ അല്ലറ ചില്ലറല്ല ഒരുപാട് ക്വസ്റ്റ്യൻസ് വരണുണ്ട്. ഇപ്പോഴാണ് ഞാൻ അതിനുള്ള ഒരു മാനസികാവസ്ഥയിൽ എത്തിയത്. ഒരു Q&A ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് 800-ൽ-അധികം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഗൈസ്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി 800-ൽ-അധികം ക്വസ്റ്റ്യൻസ് കണ്ടിട്ട്. സോ ആ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്നെക്കുറിച്ച് എനിക്കറിയാന്നുള്ള കുറച്ച് ആൻസേഴ്സാണ് പറയാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു എല്ലാവരും എന്ന് വെച്ചാൽ ഇപ്പം റിലേറ്റീവ് സൈഡിൽ നിന്നായാലും അല്ലെങ്കിൽ ചുറ്റുമുള്ളവരായാലും എല്ലാവരും പക്ഷെ എന്നെ അറിയാവുന്നവരാരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. എൻ്റെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് ഇത് ചോദിച്ചിട്ടില്ല. ബാക്കി എല്ലാവരും എൻ്റെ അടുത്ത് ഇപ്പോഴും അപ്പോഴൊക്കെ ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ് ഹൗസ് ടോട്ടൽ എത്രയായെന്നുള്ളത്. സോ ഗൈസ്, അത് ഞാൻ പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. നിങ്ങളടുത്ത് ആദ്യം ഞാൻ എൻ്റെ യൂട്യൂബ് ഇൻകം ഒരു തവണ പറയേണ്ടതുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിനുശേഷം എൻ്റെ യൂട്യൂബ് ഇൻകം എങ്ങും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഒരു തവണ പറഞ്ഞ് എനിക്കതൊരു പണിയായതുകൊണ്ട് ഞാൻ പിന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഞാനിപ്പം എൻ്റെ അടുത്തായാലും എൻ്റെ വരുമാനം ചോദിച്ചാലോ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു സാധനം വാങ്ങുമ്പോൾ അതെത്രയാണെന്ന് ചോദിച്ചാലും ഞാൻ അങ്ങനെ ഇന്നതായിട്ടുള്ള, അതായത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെ, അതായത് പൊതുവെ എല്ലാവരും വാങ്ങണേ അല്ലാതെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങുമ്പോഴത്തേക്ക് ഞാൻ അങ്ങനെ പറയാറില്ല. ഇപ്പം എനിക്ക് എത്ര രൂപയാണ് എൻ്റെ ഇൻകം ഒന്നും എൻ്റെ അമ്മയ്ക്ക് അറിയണ്ട. മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് എൻ്റെ അമ്മയ്ക്ക് അറിയണം. അമ്മ ഇതുവരെ എൻ്റെ അടുത്ത് നിനക്ക് എത്ര കിട്ടും, നിനക്ക് ഇന്ന് എത്ര കിട്ടി, നാളെ എത്ര കിട്ടി എന്ന് എൻ്റെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അറിഞ്ഞൂടെങ്കിൽ ഇനി ആരും അറിയണ്ടെന്നുള്ള ഞാൻ ഓൾറെഡി എടുത്ത ഡിസിഷനാണ്, മുന്നേ എടുത്തതാണ്. അത് വീടെന്നല്ല, ഞാൻ നാളെ എന്ത് സാധനം ചെയ്താലും എൻ്റെ അമ്മയ്ക്ക് അറിഞ്ഞൂടാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ അതിനി ആരും അറിയണ്ട എന്നുള്ളതാണ് എനിക്കിഷ്ടം. അങ്ങനെ ചെയ്യാൻ ഇഷ്ടം. അപ്പം ഹൗസ് ടോട്ടൽ എത്രയാണെന്ന് വെച്ചാൽ പറയൂലെന്നല്ല ഗൈസ്, കാരണം എൻ്റെ അമ്മയ്ക്ക് ടിൽ നൗ അറിഞ്ഞൂടാ. കാരണം എനിക്കറിയാം ഇതിപ്പോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽപ്പാവും. പക്ഷേ ഇതെന്തെന്നറിയോ, നമ്മൾ ഓരോന്നും ഓരോ സംഭവമാണ്. അതായത് നമ്മളെ ആവശ്യത്തിനനുസരിച്ചാണ് ഇതിൽ ഓരോന്നും ചെയ്തേക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറവും കൂടുതലും അങ്ങനെ ഇങ്ങനെയുണ്ട്. അതായത് ഇപ്പം റൂമിന് കുറവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേറെ എവിടെയെങ്കിലും കൂടുതൽ, അങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. സോ അമ്മയ്ക്ക് അറിഞ്ഞൂടാത്ത രഹസ്യം അങ്ങനെ ആയതുകൊണ്ട് എന്നോടൊപ്പം മണ്ണിലലിയട്ടെ. ഓക്കെ, അമ്മയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. വീട് വച്ച സമയത്തായാലും പണി നടന്നുകൊണ്ടിരുന്ന സമയത്തായാലും എനിക്ക് പൈസക്ക് ബുദ്ധിമുട്ടൊക്കെ വന്ന് ഞാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ ആരെടുത്തും പറഞ്ഞിട്ടില്ല. പറഞ്ഞവരാരും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. മീൻസ് പൈസ തരണമെന്നല്ല, സങ്കടം പറയാൻ ചെന്നിരുന്നവരാരും എൻ്റെ അടുത്തും എന്നെ മൈൻഡ് ചെയ്തിട്ടില്ല. റേറ്റ് സാധാ ഒരു വീട് വയ്ക്കാൻ എത്ര റേറ്റായി. പിന്നെ ഇവിടെ കുറച്ച് സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വഴി ശരിയാക്കാണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി. മതിൽ കെട്ടാനുണ്ടായിരുന്നു, അതൊക്കെ കുറച്ച് എക്സ്ട്രാ ആയി. ഞാനത് പറയത്തില്ല, കാരണം അത് എന്നിൽ തന്നെ ഇരുന്നാതി എന്നുള്ളത് ഞാൻ മുമ്പേ തീരുമാനിച്ച ഒരു കാര്യമാണ്. അതുകൊണ്ടാണ്. പിന്നെ ചോദിച്ചിട്ടുള്ള എല്ലാവരും ഇതാണ് ചോദിച്ചിട്ടേക്കണത്. പിന്നെ ഞാനിപ്പം റീസെൻ്റായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിലൊക്കെ ആൾക്കാരെടുത്ത് അയച്ചു തരുന്നതാണ് ബിഗ് ബോസ് ഈ സീസണിൽ പോകുന്നുണ്ടോ എന്നുള്ളത്. അത് 300 എത്ര പേര് ലൈക്ക് ചെയ്തേക്കാണ്. ഞാൻ അന്നും ഇന്നും പറഞ്ഞാണ് ഞാൻ ബിഗ് ബോസിൽ പോകില്ല എന്നുള്ളത്. ഞാൻ ബിഗ് ബോസ് ഒരു മോശം പരിപാടിയാണെന്നോ അങ്ങനെയൊന്നും പറയണേയല്ല. മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മനസ്സമാധാനമുണ്ട്. ആ മനസ്സമാധാനം എവിടെ കിട്ടുന്നോ അവിടെ നിൽക്കാനാണ് എനിക്കിഷ്ടം. മനസ്സമാധാനം കിട്ടാത്തടത്ത് ഞാൻ ആദ്യം 1-2 തവണയൊക്കെ പറയും, പിന്നെ ഞാൻ സ്കൂട്ടാവും. അതേപോലെ ബിഗ് ബോസിൽ ചെന്നിട്ട് എനിക്ക് മനസ്സമാധാനം കിട്ടിയെന്ന് എനിക്ക് അങ്ങനെ ഇറങ്ങിപ്പോകാനൊന്നും പറ്റൂലല്ലോ. ബിഗ് ബോസിലോട്ട് ഞാൻ ഒരിക്കലും ഉണ്ടാവൂല, എനിക്കിഷ്ടമല്ല. എബൌട്ട് മാരേജ് ആൻഡ് ഫ്യൂച്ചർ പ്ലാൻസ് ഗൈസ്, ഇപ്പം ഞാൻ എൻ്റെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാം. കല്യാണം കഴിക്കാതെ ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. അയ്യോ കല്യാണം ലേറ്റായി പോയെന്നും പറഞ്ഞ് ആരും ആത്മഹത്യ ചെയ്തിട്ടില്ല. പെണ്ണ് കിട്ടിയില്ല എന്നും പറഞ്ഞു, ചെറുക്കൻ കിട്ടിയില്ല എന്നും പറഞ്ഞു ആത്മഹത്യ ചെയ്തില്ല. പക്ഷെ കല്യാണം കറക്റ്റ് കഴിച്ചത് നല്ലൊരാളല്ലാത്തത് കാരണം
ഒരുപാട് പേര് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ തന്നെ എനിക്ക് ഒരുപാട് പേരെയൊക്കെ അറിയാം. കല്യാണം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു സംഭവമാണ്. ഒരാൾ വരാണെന്നുണ്ടെങ്കിൽ അത് ലോങ് ടേം കമ്മിറ്റ്മെൻ്റ് ആയിരിക്കണം. എനിക്ക് പകുതിയിൽ വെച്ചിട്ട് ഡിവോഴ്സ് ആയിട്ട് പോകാനോ അല്ലെങ്കിൽ അങ്ങനെ എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ലൈഫ് ലോങ് കമ്മിറ്റ്മെൻ്റാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിന് നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരാളല്ല നമ്മൾ ലൈഫിൽ ചൂസ് ചെയ്തെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വായിച്ചൊരു സംഭവമാണ്, നമ്മളിപ്പോൾ കറക്റ്റായിട്ടുള്ള ഒരു ട്രെയിനിലല്ല കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ അടുത്തുള്ള സ്റ്റേഷനിൽ തന്നെ ഇറങ്ങുക. അയ്യോ നമുക്ക് പേടിയാണ്, അടുത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങാൻ പേടിയാണ്, കുറേ ദൂരം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ തിരിച്ച് വരുന്ന റിട്ടേൺ ട്രിപ്പ് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും. സോ അതേപോലെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് അല്ലെങ്കിൽ നമുക്ക് പറ്റിയ, നമുക്ക് ഹാപ്പിയും അല്ലെങ്കിൽ നമുക്ക് മനസ്സമാധാനം തരാത്ത, നമ്മളെ ചൂഷണം ചെയ്യുന്ന ഒരാളാണ് നമ്മളെ ലൈഫിലോട്ടൊക്കെ കടന്നു വരുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പ് ഇരിക്കുക, ഓക്കെ നമുക്ക് വർക്കൗട്ട് ആയില്ലെന്നുണ്ടെങ്കിൽ പോകാൻ അത് ഈസി അല്ല, അത് ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് ഉള്ള പരിപാടിയാണ്. പക്ഷെ കുഴപ്പമില്ല. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ട് ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം രണ്ട് ഫാമിലി വരും, രണ്ട് ആൾക്കാർ വരും, പിന്നെ ഒരു കൊച്ചൂടെ ഉണ്ടായിട്ടാണെന്നുണ്ടെങ്കിൽ, ഒരു കുഞ്ഞൂടെ ഉണ്ടായിട്ടൊക്കെയാണ് ലൈക്ക് അങ്ങനെയൊക്കെ സെപ്പറേഷൻ എന്നുണ്ടെങ്കിൽ അത് എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ എപ്പോഴും കല്യാണം എന്താ പറയുക, നിങ്ങൾ അങ്ങനെ ഒരു ചോദ്യത്തിന് ഞാൻ റെഡിയല്ല. കാരണം എനിക്ക് ഒരുപാട് ട്രോമകളുണ്ട്. പാസ്റ്റിൽ നടന്ന ട്രോമകൾ, പാസ്റ്റ് റിലേഷൻഷിപ്പിലുണ്ടായ ട്രോമകൾ, പിന്നെ ഒരുപാട് സാധനങ്ങൾ എന്നെ ഹോണ്ട് ചെയ്തിരിക്കണമുണ്ട്. എനിക്കൊരു റിലേഷൻഷിപ്പോ ഒരു കല്യാണമോ ഞാൻ നോക്കുന്നില്ല. ഓക്കെ, ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് അവളൊരു പത്രാസ് എന്ന് പറയുമായിരിക്കും. പക്ഷേ ആ സ്റ്റേജിൽ കൂടെ കടന്നുപോയ ഒരാൾക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. പിന്നെ മാളു ആൻഡ് യു കമ്മിറ്റഡ് ആണോ? ഓക്കെ, എൻ്റെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. എൻ്റെ മാളു കമ്മിറ്റഡേ അല്ല എന്നാണ് ഒരു വിശ്വാസമല്ല, കമ്മിറ്റഡ് അല്ല. ആണെങ്കിൽ അവൾ പറയുമായിരിക്കും, ഇല്ലെങ്കിൽ നമുക്ക് നോക്കാം. അവൾ കല്യാണക്കാര്യം പറയുമ്പോഴേ അവൾ എന്ന് പറഞ്ഞ് നിൽക്കും, അവൾക്ക് താല്പര്യമില്ല. പിന്നെ ഞാൻ ആരെയും കല്യാണം കഴിക്കാൻ നിർബന്ധിക്കില്ല. മാളുവിനെ ഞാൻ ഇടയ്ക്ക് വെച്ചിട്ട് നീ കെട്ടടി എന്ന് പറഞ്ഞായിരുന്നു, ഇടയ്ക്ക് വെച്ചിട്ട് നീ കെട്ട്, ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം കഴിക്കില്ല, നീ കല്യാണം ഒരു കൊച്ചൊക്കെ നമുക്ക് ഇങ്ങനെ കളിപ്പിച്ചൊക്കെ ഇരിക്കാന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയുമായിരുന്നു. പക്ഷേ പിന്നെ കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെ നമ്മൾ ആരുടെ പറയാൻ പാടില്ല. ഓക്കെ, ലവ് മാരേജിന് സപ്പോർട്ട് ചെയ്യുന്ന ആളാണോ അമ്മ? ഗൈസ്, എൻ്റെ അമ്മയ്ക്ക് ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ അമ്മയ്ക്ക് അങ്ങനെ ലവ് ആയാലും കുഴപ്പമില്ല, അറേഞ്ച് ആയാലും കുഴപ്പമില്ല. പക്ഷെ എൻ്റെ അമ്മയ്ക്ക് ഒരൊറ്റ പ്രാർത്ഥന അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മയെ കുറച്ച് ലൈക്ക് എന്നെ കെട്ടാൻ വരുന്ന ചെറുക്കൻ അല്ലെങ്കിൽ ഞങ്ങളെ കല്യാണം കഴിക്കുന്ന അങ്ങനെ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അങ്ങനെ കഴിക്കുന്ന ആൾ ഇന്നടുത്ത് ജോലി വേണം, ഇത്ര സാലറി വേണം, അല്ലെങ്കിൽ ഇത്ര റിച്ച് ഫാമിലി ആയിരിക്കണം, അങ്ങനെ ഒന്നും ഒരു സംഭവം ഞങ്ങൾക്കില്ല. ഞങ്ങൾക്ക് ഞങ്ങളങ്ങനെ വിചാരില്ല പൈസ വെച്ചിട്ട് ഒരാളെയും അങ്ങനെ ഇതൊന്നും ആക്കണ ആളല്ല അമ്മ. അമ്മയ്ക്ക് മെയിനായിട്ട് അമ്മ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ അമ്മയുടെ ലൈഫ് പോലെ ആവരുത്. പിന്നെ ഒരിക്കലും അമ്മേരെ നിന്ന് ഞങ്ങളെ പറിച്ചെടുത്തുകൊണ്ട് പോണ ഒരാളാവരുത്, ഒരാളുടെ ഫാമിലിയോ ആവരുത്. അപ്പാടെ വേരോടെ കട്ട് ചെയ്ത് എന്നെ മാത്രം ഒതുക്കി കൊണ്ട് നിർത്തി എൻ്റെ ഫാമിലി ഇഷ്ടമല്ല, എൻ്റെ കസിൻസിന് ഇഷ്ടമല്ല, അങ്ങനെ ഉള്ള ഒരാൾ ലൈഫിൽ വരണത് ഒരിക്കലും എൻ്റെ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും വർഷം അമ്മ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത്. അല്ലെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ കാര്യം നോക്കി ജീവിക്കായിരുന്നു. പക്ഷെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലിക്ക് പഠിപ്പിച്ച് എനിക്ക് BSc ലൈക്ക് ഗ്രാജുവേറ്റ് ആക്കി എല്ലാം ജയിച്ച് എല്ലാം അത്രയും എത്തിച്ചിട്ട് എൻ്റെ അമ്മയോ എൻ്റെ ഫാമിലിയോ അംഗീകരിക്കാത്ത ആൾക്കാരെയൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. മെയിനായിട്ട് വേണ്ടതെന്ന് പറയുന്നത് ഒരു മനുഷ്യനായിരിക്കണം, നല്ല മനുഷ്യൻ, നല്ല മനസ്സുള്ള, സ്നേഹിക്കാൻ കഴിവുള്ള, കള്ളവും ചതിയും ഇല്ലാത്ത. പിന്നെ എൻ്റെ അമ്മയുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയണത് ഞാനിരിക്കെ വേറെ പെൺപിള്ളേരുമായിട്ട് ചാറ്റിങ്ങിനോ കാണാൻ പോക്കോ അങ്ങനെ ഉള്ളൊരു എന്നൊരു സൈഡ് പാർട്ടിയായിട്ട് വയ്ക്കുന്ന ഒരാളെയൊന്നും എൻ്റെ അമ്മ ലൈക്ക് എനിക്ക് വേണ്ടിയിട്ടായാലും മാളുവിന് വേണ്ടിയിട്ടായാലും എൻ്റെ അമ്മ എനിക്കമ്മ കല്യാണമേ വേണ്ടെന്ന് പറയും. എൻ്റെ മക്കൾ എൻ്റെ അടുത്ത് ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരെ എൻ്റെ മക്കളെ ഞാൻ കണ്ടുകൊണ്ടിരുന്നോളാം, മക്കളെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന അങ്ങനെ ഒരു കല്യാണമേ വേണ്ടെന്ന് അമ്മ പറയും. കല്യാണം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ സന്തോഷമായിട്ടിരിക്കുന്നോ മാള് സന്തോഷമായിട്ടിരിക്കുന്നോ എന്ന് മാത്രമേ നോക്കുള്ളൂ. സീരിയസ്ലി ലവ് മാരേജും അറേഞ്ച് മാരേജ് ഒന്നല്ല ഗൈസ്, ഹാപ്പി ആയിട്ടിരിക്കുന്നതിലാണ് അമ്മേരെ സന്തോഷം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക്
10 ക്വസ്റ്റ്യൻസ് തന്നെ. നിങ്ങൾ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രശസ്തനായ വ്യക്തി ആരാണ്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയാം. ഫസ്റ്റ് ഞാനൊരു കാര്യം പറയാം. ഞാൻ ഒരാളെ ഫെയിം അനുസരിച്ചിട്ടല്ല ട്രീറ്റ് ചെയ്യണത്. അതായത് ഫെയിം ഉണ്ട് ഫെയിം ഇല്ല അങ്ങനെയല്ല. എൻ്റെ അടുത്ത് അവർ അടിപൊളിയായിട്ട് നിൽക്കുമോ, അടിപൊളി മീൻസ് എൻ്റെ അടുത്ത് അല്ല വെച്ച് താളം തുള്ളണം അങ്ങനെയൊന്നുമല്ല. എൻ്റെ അടുത്ത് അവർ സൂപ്പറായിട്ട് നല്ല സ്നേഹത്തിലാണോ അല്ലെങ്കിൽ നല്ല കാര്യത്തിലാണോ നിൽക്കുന്നത്, ഞാനും തിരിച്ച് അങ്ങനെയായിരിക്കും. അപ്പം ഞാൻ ഒരിക്കൽ VS അച്യുതാനന്ദനെ കണ്ടിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നുള്ള VS അച്യുതാനന്ദനല്ലേ. അപ്പം ഞാൻ കണ്ടിട്ടുള്ളതിൽ എനിക്ക് തോന്നുന്നു ഇപ്പം പ്രശസ്തനായിട്ടുള്ള വ്യക്തി എനിക്ക് തോന്നുന്നു പുള്ളിയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കണമെങ്കിൽ ഇതുവരെ ചെയ്തിട്ടുള്ളത് വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരം എന്താണ്? അതെനിക്ക് എണ്ണി ഉണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഒരുപാട് മണ്ടത്തരം ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കാലത്തിനിടയിൽ. ഒരുപാട് മണ്ടത്തരം ചെയ്തു വെച്ചു. പക്ഷേ എല്ലാ മണ്ടത്തരവും നല്ലതിനാണെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു സമാധാനമുണ്ട്. മണ്ടത്തരങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. എന്നെ പറ്റിക്കാൻ ഞാൻ നിന്ന് കൊടുത്തിട്ടുണ്ട്. എന്നെ പറ്റിക്കാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പറ്റിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ ചില സമയത്ത് കിഴങ്ങുകളെ പോലെ നിന്ന് കൊടുത്തിട്ടുണ്ട്. എൻ്റെ അമ്മ ഇവിടെ എൻ്റെ മക്കളെ നീ വെറും കിഴങ്ങാണെന്ന് എൻ്റെ ചില സമയത്ത് പറയാറുണ്ട്. കാരണം എനിക്കറിയാം ഇന്നൊരാൾ അല്ലെങ്കിൽ ഇന്നൊരു ഫ്രണ്ട് ഇന്നൊരു കൂട്ടാൾക്കാർ എന്നെ പറ്റിക്കുകയാണ് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ അടുത്തുള്ള അമിതമായ സ്നേഹവും അമിതമായ വിശ്വാസമല്ല സ്നേഹം കാരണം ഞാൻ പലപ്പോഴും കണ്ണടച്ച് നിന്നിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പം ആലോചിക്കുമ്പോഴത്തേ എനിക്ക് എന്തൊരു കിഴങ്ങാണ് എന്നെനിക്ക് എന്നെ തന്നെ തോന്നിപ്പോകാറുണ്ട് ഗൈസ്. ഓക്കെ, ഏത് ഡ്രസ്സ് ഇടാനാണ് കൂടുതൽ ഇഷ്ടം? എനിക്ക് അങ്ങനെയൊന്നുമില്ല ഗൈസ്. എനിക്ക് ഏത് കംഫർട്ടബിൾ ആയിട്ടുള്ള ഏത് ഡ്രസ്സ് ഇടാനും ഇഷ്ടമാണ്. ഇങ്ങനത്തെ ഉള്ള കുർത്തയും ഫുൾ സ്ലീവ് ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്. അനാർക്കലി ഒക്കേഷൻ അനുസരിച്ചിട്ട് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്ത ഡ്രസ്സ് എന്ന് പറയണത് എനിക്ക് പട്ടുസാരി. എന്നെ കൊണ്ട് പറ്റില്ല പട്ടുസാരി ഒന്ന് ഉടുത്ത് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഭയങ്കര പട്ടൊന്നും ഉള്ളതൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഭയങ്കര കല്ലൊക്കെ ഉള്ള വർക്കുള്ള സാരിയൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഓക്കെ, ചേച്ചി കഫീൻ കുടിക്കാറുണ്ടോ? ഞാൻ കോഫി വല്ലപ്പോഴും, അതായത് എനിക്ക് അമ്പലത്തിൽ പോയാൽ മസാല ദോശ കഴിക്കണം. മസാല ദോശ കഴിക്കുമ്പോൾ കോഫിയാണ് ഗൈസ്. അങ്ങനെയൊക്കെ, അല്ലാതെ ഞാൻ കോഫി കുടിക്കാറില്ല. നിങ്ങൾ ഏറ്റവും മോശം അവസ്ഥയിലൂടെ കടന്നു പോയത് ഏതാണ്? ഞാൻ സത്യം പറയാം, എനിക്കിപ്പോൾ 26 വയസ്സാണ്. ഞാൻ 1999 ജനിച്ചിരിക്കുന്നത്. എനിക്കിപ്പോൾ 25 26 ആവുമെന്ന് തോന്നുന്നു. എനിക്കിപ്പം ചില സമയത്ത് കൺഫ്യൂഷനാണ്. 25 അവസാനിച്ചാണോ അതോ 26 തുടക്കമാണോ അത് 26 കയറുന്നതാണോ, അങ്ങനെ കൺഫ്യൂഷൻ ആയിപ്പോൾ. ഞാൻ എൻ്റെ ഈ ലൈഫിൽ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഒരുപാട് മോശം അവസ്ഥയിൽ കൂടെ പോയിട്ടുണ്ട്. ടിൽ നൗ കുറച്ച് നാൾ മുന്നേ വരെ ഞാൻ ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിൽ പോയിട്ടുണ്ട്. മോശമായിട്ടുള്ള അവസ്ഥയിൽ പോയാലും ഞാൻ പെട്ടെന്ന് തിരിച്ചു വരും. എൻ്റെ ഒരു നല്ല ക്വാളിറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. ചിലപ്പോൾ മറ്റുള്ളവർക്ക് കാണുമ്പോൾ അവൾ ഇത്ര പെട്ടെന്ന് ഓക്കെ ആയെന്നൊക്കെ തോന്നുമായിരിക്കാം. പക്ഷേ എനിക്കത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് തോന്നിയത്. എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഞാൻ ഡൗൺ ആയിട്ട് നിന്നാലും എനിക്ക് പെട്ടെന്ന് ഭയങ്കര ക്വിക്കായിട്ട് എനിക്ക് തിരിച്ചു വരാൻ പറ്റും. കാരണം മേ ബി ഞാൻ പണ്ട് മുതലേ നൊന്ത് വന്നുകൊണ്ട് എനിക്ക് പെട്ടെന്ന് ഒരു എന്താ പറയുക, നമ്മളിങ്ങനെ പറയില്ലേ പെട്ടെന്നൊക്കെ ഉയർത്തെണീക്കുകയാണ്. അങ്ങനെ എനിക്ക് പെട്ടെന്ന് എന്ത് കാര്യം വന്നാലും എനിക്ക് പറ്റും. അത് ഞാൻ ഈ ഇടയ്ക്കാണ് എന്നെ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്തത്. എനിക്ക് എന്നെ കണ്ടിട്ട് നിനക്ക് പറ്റുന്നുണ്ടോ എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി. അതായത് ഭയങ്കര ഡൗണിൽ പോയിട്ടും ചില സമയത്ത് പെട്ടെന്ന് സ്വിച്ച് ചെയ്യാനൊക്കെ എനിക്ക് പെട്ടെന്ന് എണീറ്റ് ഉള്ളിൽ ഓക്കെ അല്ലെങ്കിൽ പോലും പക്ഷെ എണീറ്റിരുന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക തരം ഒരു സംഭവം എനിക്കുണ്ട് സത്യമായിട്ട്. അതുകൊണ്ട് ഇഷ്ടംപോലെ അവസ്ഥകളുണ്ട്. എണ്ണി പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും ഗൈസ്. വേണ്ട, നമുക്ക് ഓൺലി ഗുഡ് വൈബ്സിനാ. ഓക്കെ, ചേച്ചിയുടെ അനുയോജ്യമായ പങ്കാളി ആരായിരിക്കും? തമ്പുരാൻ അറിയാം, എനിക്കറിഞ്ഞൂടാ. പക്ഷെ എനിക്കൊരു വിശ്വാസമുള്ള എന്താന്ന് വെച്ചാൽ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. ഞാൻ എല്ലാവരും നല്ലതിനും കൂടെ നിന്ന് എല്ലാവർക്കും നല്ലത് ചെയ്ത് എല്ലാവരും സൂപ്പറായി ഹാപ്പിയാക്കി വയ്ക്കും. അവരെയൊക്കെ അത്യുന്നതങ്ങളിൽ ഹാപ്പിയാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ നിന്ന് കരഞ്ഞാലും ഞാൻ ഹാപ്പി ആയിട്ട് വയ്ക്കുന്ന ആളാണ്. ആ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് എനിക്കറിയാം. അങ്ങനെ എന്നായാലും, അതായത് എൻ്റെ 50ാമത്തെ വയസ്സിൽ എനിക്കൊരു പങ്കാളി വന്നാലും 30ാമത്തെ വയസ്സ് വന്നാലും 35, 40 വയസ്സിൽ വന്നാലും ആ വരുന്ന ആൾ നല്ലതായിരിക്കും എന്നുള്ള കോൺഫിഡൻസ് എനിക്കുണ്ട്. ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആണെന്ന് തോന്നുന്നു. അല്ല, എനിക്കത് വിശ്വാസമുണ്ട്. ഓക്കെ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും എന്നുള്ള വിശ്വാസമുണ്ട് എല്ലാവരും. ഏത് ഭയത്തെയാണ് ചേച്ചി അതിജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? ഒറ്റയ്ക്കായി പോകുന്നുള്ള പേടി ഭയങ്കരമായിട്ടുണ്ടായിരുന്നു ലൈഫിൽ. ഒറ്റയ്ക്കായി പോവോ, എൻ്റെ അമ്മയും മാളും ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും എനിക്കൊരു പാർട്ട്ണറൊന്നും ഇല്ല, എനിക്ക് ജീവിക്കാൻ പറ്റുമോ, എനിക്ക് ഒറ്റയ്ക്കായി പോകുന്നുള്ള ഭയങ്കര ഉള്ളിലൊരു കൊച്ചിലേക്ക് ആരൊക്കെയോ ഒറ്റപ്പെടുത്തിയതിൻ്റെ ഒരു
ആഫ്റ്റർ എഫക്റ്റ് ഇപ്പോഴല്ല കുറച്ച് നാൾ മുമ്പ് വരെ ലൈഫിലുണ്ടായിരുന്നു. ഒറ്റയ്ക്കായാൽ ജീവിക്കാൻ പറ്റുമോ, ഒറ്റയ്ക്കായി പോയാൽ പറ്റുമോ എന്നുള്ളൂ. പക്ഷേ ഞാൻ അത് ജീവിച്ചൊരു കാര്യമാണ്. ഐ ക്യാൻ സർവൈവ് എലോൺ ഗൈസ്. എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു മൊമെൻ്റ് ഉണ്ട്, എൻ്റെ ഒരു പ്യുവറേഷ് മൊമെൻറ്റ്. സോ അതുകൊണ്ട് ഇപ്പം എനിക്ക് ഏത് ഭയത്തെ ഞാൻ അത് ചെയ്യുന്നില്ല. എൻ്റെ ഏറ്റവും വലിയ പേടിയായിരുന്നു ഞാൻ ഒറ്റപ്പെട്ടു എന്നുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. എനിക്ക് ഒറ്റപ്പെടാതെ അല്ലെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിലും എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് കമ്പനി ഞാനാണ്. എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് കമ്പാനിയൻ ഞാനാണ്. എനിക്ക് എന്നെ തന്നെ കമ്പനി കൊടുത്ത്, എനിക്ക് എന്നെ തന്നെ ഹാപ്പി ആക്കി വെച്ച്, എനിക്ക് എന്നെ തന്നെ എൻ്റെ കമ്പനി തന്നെ എനിക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. സോ ഒറ്റയ്ക്കായി പോകുന്നുള്ള പേടിയിപ്പില്ല. ചേച്ചിയുടെ കംഫർട്ട് സോൺ ആരാണെന്ന് എനിക്കറിയാം. ഇതെവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നതെന്നൊക്കെ അറിയാം ഗൈസ്. കംഫർട്ട് സോൺ എന്ന് പറയുന്നത് നമുക്ക് ലൈഫിൽ ഒരു തവണ 1 or 2 തവണയ്ക്ക് അങ്ങനെ കംഫർട്ട് സോൺ കിട്ടുള്ളൂ. കാരണം ഞാൻ അന്നാ പറഞ്ഞ കംഫർട്ട് സോണ് എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കംഫർട്ട് സോണാണ്. ആ കംഫർട്ട് സോണ് നമുക്ക് കിട്ടൂലെന്നല്ല, തിരിച്ച് ആ കംഫർട്ട് സോൺ നമുക്ക് കിട്ടും. പക്ഷെ അതുപോലെ ഒരു ആപ്റ്റായിട്ടുള്ള ഒരു ഫ്രണ്ടൊക്കെ നമ്മളെ ലൈഫിൽ വരികയോ അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്നാവണമെന്നില്ല, ഫ്രണ്ട്ഷിപ്പോ ഒക്കെ ആയാലും അങ്ങനെ ഒരു കംഫർട്ട് സോൺ കിട്ടും. എൻ്റെ കംഫർട്ട് സോൺ ഉണ്ട്. മീനു എൻ്റെ കംഫർട്ട് സോണാണ്. ഗോപിക എൻ്റെ കംഫർട്ട് സോണാണ്. എനിക്കങ്ങനെ കുറച്ച് കംഫർട്ട് സോൺ ഉണ്ട് ഗൈസ്. ചേച്ചി മേക്കപ്പിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താണ്? എനിക്ക് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് കഴിഞ്ഞ് ഇപ്പം എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ കണ്ണെഴുതാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത്രയും ഒരാൾ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. താങ്ക് യു സോ മച്ച്. അടുത്ത ക്വസ്റ്റ്യൻസ്. ഡ്രീം. സ്വപ്നങ്ങളില്ലാത്ത മനുഷ്യരില്ലെന്നാണ്. എനിക്കും എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അമ്മയും മാളൂനെ സേഫ് ആക്കുക എന്നുള്ളത്. എനിക്ക് അങ്ങനെയല്ല, ഞാൻ എവിടെ ആയാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ അന്ന് ചെയ്യില്ല. പക്ഷെ എനിക്ക് അമ്മയും മാളുവിനെ സേഫ് ആക്കി ഒരു വീട്ടിൽ അവർ താമസിക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ഇതായിരുന്നു. അമ്മയും മാളും സേഫായിട്ട് നിൽക്കണം എന്നുള്ളത്. അമ്മയും മാളും സേഫായിട്ട് നിൽക്കണം, അത് മസ്റ്റ് ആയിട്ടുള്ളത്. അപ്പം എൻ്റെ ഏറ്റവും വലിയ ഡ്രീം അതായിരുന്നു. ആൻഡ് ഡെസ്റ്റിനേഷൻസ്. എനിക്കങ്ങനെ ഡെസ്റ്റിനേഷൻ ഗൈസ് ഒരുപാട് സ്ഥലത്തൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് ടൈമിനനുസരിച്ച് പറ്റുമെങ്കിൽ പോവും. പക്ഷെ എനിക്കങ്ങനെ പോകണം, എനിക്ക് പോയേ പറ്റും, എങ്കിലും ഞാൻ ഹാപ്പിയാവും, അങ്ങനെയില്ല. ഞാൻ ഇവിടെ ഇരുന്നാലും ഈ വീട്ടിലിരുന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ആ ഹാപ്പിനെസ് ഉള്ളപ്പോൾ അപ്പം എനിക്ക് അങ്ങനെ ഇന്നെടുത്ത് പോകണം അങ്ങനെയൊന്നുമില്ല. ഡ്രീം കാർ. ഞാൻ സത്യം പറയാം, എനിക്ക് കാറിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എനിക്ക് കാറൊക്കെ അറിയാം. ഈ ഇടയ്ക്കാണ് ഞാൻ കാറിൻ്റെ പേരൊക്കെ പഠിച്ചത്. അങ്ങനെ എനിക്ക് അങ്ങനെ എനിക്കൊരു ക്രേസ് ഒന്നുമില്ല. ഞങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ, എല്ലാവർക്കും കംഫർട്ടബിൾ ആകുമ്പോൾ പോകാൻ പറ്റുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു കാർ. പിന്നെ ബിഗ് ബോസിൽ പോകുന്നുണ്ടോന്നില്ല, എത്ര തവണ പറഞ്ഞു. പിന്നെ അച്ഛൻ എവിടെയും ചോദിക്കുന്നുണ്ട്, ഞാൻ ഒരുപാട് തവണ പറഞ്ഞതാണ്. ഇനി അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട. ഓക്കെ. വയസ്സ് എത്രയായി? അമ്മയുടെ ചേച്ചിയുടെ മാളുവിൻ്റെ. അമ്മയ്ക്ക് എനിക്കൊന്നും 44 ഉണ്ടായി. മാളൂന് എന്നെക്കാളും 1.5 വയസ്സിന് ഇളയതാണ് മാളു. പുതിയ വീട്ടിൽ വന്ന് കയറിയപ്പോൾ ചേച്ചിക്ക് വന്ന മാറ്റം. എനിക്ക് പുതിയ വീട്ടിൽ വന്നപ്പം എനിക്ക് കുറേ റിയലൈസേഷൻ വന്നു ഗൈസ്. കുറേ റിയലൈസേഷൻസ് വന്ന് ഞാൻ എവിടെ എക്സ്പ്ലോയിറ്റ് ചെയ്തു എന്നും എനിക്ക് മനസ്സിലായി. ഞാൻ എവിടെയൊക്കെ എനിക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ മാറി. അപ്പം എനിക്ക് മനസ്സിലായി. എൻ്റെ അടുത്ത് ഒരുപാട് പേര്, എൻ്റെ ഫ്രണ്ട്സ്, എന്നെ അറിഞ്ഞുകൂടാത്ത, എന്നെ ഹായ് എന്ന് പറയണം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറഞ്ഞിന് ഗംഗ വീട്ടിൽ കയറിയപ്പോഴത്തേക്ക് ഗംഗയുടെ ലൈഫിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ നെഗറ്റീവ് വൈബ് ഫുള്ള് പോയെന്ന് എൻ്റെ അടുത്ത് ഒരു എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. ഗംഗ ഇങ്ങനെ പോയപ്പം ഗംഗയുടെ ലൈഫിൽ നിന്ന് ഒരുപാട് നെഗറ്റീവ് പോയി, ഒരുപാട് ഇത് പോയി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് അങ്ങനെ തോന്നി. ഞാൻ പുതിയ വീട്ടിൽ കയറി കുറേ അതിനു മുമ്പ് എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു, ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ പോയി ഇപ്പം ഫ്രീ ചില്ലിതായി. ഓക്കെ. കല്യാണം കഴിക്കാൻ ആഗ്രഹം ഉണ്ടാകുന്ന തമ്പുരാനേ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ആഫ്റ്റർ ബ്രേക്കപ്പ് സെൽഫ് ഹീലിംഗ് ടിപ്സ്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ ലൈഫിൽ 1, 2, 3 ഒക്കെ തവണ ഹാർട്ട് ബ്രേക്ക് സംഭവിച്ചിട്ടുള്ളവരായിരിക്കും. ചിലർ റിലേഷൻഷിപ്പിൽ ബ്രേക്കപ്പ് സംഭവിച്ചവരുണ്ടാവും, ചിലർ ഫ്രണ്ട്ഷിപ്പിൽ ഭയങ്കരമായിട്ട് ബ്രേക്കപ്പ് മീൻസ് ബ്രേക്ക് ആയിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. ഞാനൊരു സത്യം, എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയാം. നിങ്ങൾ ഒരാളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടോ, ഒരു ബ്രേക്കപ്പ് സംഭവിച്ചിട്ടുണ്ടോ, ഭയങ്കര പാടാണ് അയാളെ നമുക്ക് മറക്കാനല്ല. ആ ഒരു കുറച്ച് നാളുണ്ട്, കുറച്ചൊരു പീരീഡ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളിപ്പം നമുക്കറിയാം ചിലർ ലൈഫിൽ വരണമെന്ന് വെച്ചാൽ അവർക്ക് നമ്മളെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗം കാണും. ഉപയോഗം തീരുമ്പോൾ നമ്മൾ വെറും വേസ്റ്റ് ആയിരിക്കും ചിലർക്കെന്ന് പറയണത്.
അല്ലെങ്കിൽ ചിലർ ഒരു ടൈം പാസിന് അങ്ങനെ ഓരോരുത്തർ ഓരോരോ ഇത് വെച്ച് ചിലരെന്ന് പറയുന്നത് ഇതാണ് എൻ്റെ സോൾമേറ്റ് അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെയൊക്കെ വരണമെങ്കിൽ ഭാഗ്യം വേണം, ഇല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ, അപ്പം അങ്ങനെയൊക്കെ നമ്മളെ ലൈഫിൽ ഹാർട്ട് ബ്രേക്കുകൾ ഉണ്ടാവുന്ന സമയം നമ്മൾ ആത്മാർത്ഥമായിട്ടാണ് ആ റിലേഷൻഷിപ്പിൽ നിന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് പൊള്ളും, നമുക്ക് നോവും, നമുക്ക് നീറും, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സീരിയസ്ലി. കാരണം ഞാനിത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് നന്നായിട്ട് അറിയാം. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയാമോ? നമ്മളെ ബുദ്ധിക്കറിയാം ഇത് സെറ്റാവില്ല, ഇത് ഇങ്ങനെ പോയാൽ ഒരിക്കലും ഒരു സമാധാനത്തോടെ ഇയാളല്ല നമുക്ക് വേണ്ടത്, ഇങ്ങനെ ഒരു പാർട്ട്ണറല്ല നമുക്ക് ലൈഫിൽ വേണ്ടത് നമ്മളെ ബുദ്ധിക്കറിയാം. പക്ഷെ നമ്മളെ കിഴങ്ങ് മനസ്സിൽ ഇത് അറിഞ്ഞുകൂടാ. മനസ്സ് അയാളായിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഇങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കും, നമ്മളെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നമ്മളെ മനസ്സും ബുദ്ധിയും കൂടെ തമ്മിലുള്ള ഒരു യുദ്ധമുണ്ട്, ഒരു ബാറ്റിലുണ്ട്. അത് എപ്പോഴും സമനിലയിലാവണം. അതിനുശേഷം പിന്നെ നമ്മൾ ഓക്കെ ആവും. ആ ഒരു രണ്ടുപേരും ബാലൻസ് ചെയ്യുന്ന ആ ഒരു ടൈം വരെ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. പക്ഷെ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം അറിഞ്ഞൂടാ ആരെ എന്താണ് നമുക്ക് ഒരാൾ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചതെന്ന് അറിഞ്ഞൂടാ. ആ രണ്ടു പേർക്ക് മാത്രമേ അറിയാവൂ എന്താണ് സംഭവിച്ചതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് എപ്പോഴും ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇഫ് യു മിസ് ദാറ്റ് പേഴ്സൺ, അയാളെ നിങ്ങൾ മിസ് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, അത് നമ്മളെ മനസ്സായിരിക്കും മിസ് ചെയ്യണം. അപ്പം നിങ്ങൾ കണ്ണടച്ചിട്ട് അയാൾ നമുക്കുണ്ടാക്കിയ എൻ്റെ സൗണ്ടൊക്കെ പോയി ഉണ്ടാക്കിയ മാനിപ്പുലേഷൻ, ഡിസ്റെസ്പെക്റ്റ്, ഒരുപാട് കള്ളത്തരങ്ങൾ, നമ്മളെ ഹാർട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ടിരുന്നത്, നമുക്കുണ്ടായ കണ്ണീര്, നമുക്കുണ്ടായ വിഷമം, നമുക്ക് വന്നിട്ടുള്ള പാനിക് അറ്റാക്ക്, ഡിസ്റെസ്പെക്റ്റ്, ഈഗോ കാരണം നമ്മളെടുത്ത് കാണിച്ച് കൂട്ടിയിട്ടുള്ളത്, എക്സ്പ്ലോയിറ്റ് ചെയ്തത്, എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്തത്, ഇതൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിക്കുമ്പം നമ്മൾ ആ 1% ബാറ്ററി നമ്മൾ 100% ബാറ്ററികളെത്തും. അതേസമയം വേറെ ചിലർ ആലോചിക്കുമ്പോൾ എനിക്കറിയാം, ഇത് ഞാൻ എൻ്റെ കാര്യമാണേ പറഞ്ഞത്. എനിക്കിപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, എനിക്കിപ്പം ഒരുത്തനാണ് പറഞ്ഞത്, ഇങ്ങനെ ആലോചിക്കുമ്പോഴത്തേക്ക് വരണത് നല്ലത് ചെയ്തത്, ഇത് എല്ലാ കാര്യവും നോക്കിയത്. അപ്പം ഇങ്ങനെ അവരുടെ പോസിറ്റീവ് മാത്രമാണ് പറഞ്ഞത്. അപ്പം ഓരോ റിലേഷൻഷിപ്പ് അനുസരിച്ചിട്ടാണ്. ഒന്നും നമ്മൾ പഠിക്കാനുള്ളത്, നമ്മൾ വന്നത് ഒറ്റയ്ക്കാണ്, നമ്മൾ ആരെ കൈ പിടിച്ചുകൊണ്ടും വന്നതല്ല, നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത്. സോ നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണം, ഒറ്റയ്ക്ക് ഇരിക്കാൻ പഠിക്കണം, ഒറ്റയ്ക്ക് പോകാൻ പഠിക്കണം, ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം, എല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പഠിക്കണം. ആ നിമിഷം നമുക്ക് മനസ്സിലാവും ആരുമില്ലെങ്കിലും നമുക്ക് ഒറ്റയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നമ്മൾ ഒരു പ്രശ്നം വെച്ചാൽ, നമ്മൾ ഈ ബ്രേക്കപ്പ് ആകുന്ന സമയത്ത് നമ്മൾ ചുറ്റുമുള്ളവർ ആരെയും കാണൂല, നമ്മളെ വീട്ടുകാരെ കാണില്ല, ഒന്നുമല്ല, നമ്മൾ വേറൊരു കൈൻഡ് ഓഫ് മോഡിലായിരിക്കും. ഒരു ടൈം ആകുമ്പോൾ നമുക്ക് റിയലൈസ് ചെയ്യും, നമുക്കൊരു മനസ്സിലാവും നമ്മളെ വീട്ടുകാർ, നമ്മളെ മനസ്സിലാക്കി നമ്മളെ റിക്കവറിക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഫ്രണ്ട്സ്, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഓക്കെ ആവാൻ തോന്നും, അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഓക്കെ ആവാൻ തോന്നും. അതാണ് എനിക്കൊരു വലിയ സംഭവം എന്ന് പറയണം. എനിക്കിങ്ങനെ ബ്രേക്കപ്പൊക്കെ ആയ സമയത്ത് ഞാനും ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എനിക്ക് ജോലി ചെയ്താലേ, എൻ്റെ വർക്ക് ചെയ്താലേ നടക്കുള്ളൂ, ഇല്ലെങ്കിൽ ആരുമില്ല, ഒരാൾ പോലും സഹായിക്കാനില്ല, അപ്പോൾ എന്ത് ചെയ്യുന്നത് പറഞ്ഞ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു 2 വർഷമൊക്കെ അല്ലെങ്കിൽ ഒന്നുമില്ല, ഒരു 2 ആഴ്ചയെങ്കിലും ഒരു ജോലിയും ചെയ്യാതെ എവിടെയെങ്കിലും കിടന്ന് കുറച്ച് ദിവസം എനിക്കൊന്ന് കരയണം എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിനുള്ള ടൈം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഗൈസ്. സീരിയസ്ലി അത് ഭയങ്കര ഇതാണ്. അതായത് നമ്മളെ ബോഡിയും നമ്മളെ മൈൻഡും ഭയങ്കര വീക്കാണ്, ഭയങ്കര എനർജിയൊക്കെ ഡ്രെയിൻഡാക്കി, ഇമോഷണലി ക്ലൗഡഡ്, ഇമോഷണലി വീക്കായി നമ്മൾ ആകെ ഒരു അവസ്ഥയിൽ നിന്നാലും നമ്മൾ വർക്ക് ചെയ്യും. അപ്പം ഞാൻ ഒരുപാട് അമ്മമാരെ മാനസികാവസ്ഥകൾ ആലോചിച്ചിട്ടുണ്ട്. ഇഷ്ടമല്ലാതെയൊക്കെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ ഇടി അല്ലെങ്കിൽ അമ്മായിയമ്മേരെയും അമ്മായിയപ്പൻ്റെയൊക്കെ മീൻസ് ഞാൻ പറഞ്ഞാണ്, അതൊക്കെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ പറയണം, വായിരിക്കണയൊക്കെ കേട്ട് നിന്ന് അവരെ മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കും. അപ്പോൾ അവരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുകയാണ്. പിന്നെ വേദനകൾ ഉണ്ടാവണം ഗൈസ്. നമ്മൾ ഈ ഹാർട്ട് ബ്രേക്കൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആരൊക്കെ നമ്മളെ കൂടെ ഉണ്ട്, ആരൊക്കെയാണ് ചതിയർ, ആരൊക്കെയാണ് എന്തിനാണ് പിറകിൽ നിന്ന് കുത്താൻ വരണവർ, പിറകിൽ നിന്ന് പറയുന്നവരൊക്കെ നമുക്ക് മനസ്സിലാവും. സോ ഒരു ഹെഡ് ബ്രേക്കൊക്കെ ലൈഫിൽ വേണം. ബ്രേക്കപ്പ് ഈസ് എ വേക്കപ്പ് കോൾ എന്നാണ് ഞാനതിൽ വിശ്വസിക്കുന്നത്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് നോക്കുക. ഓക്കെ, ഇല്ലെന്നുണ്ടെങ്കിൽ ഗോ ടു എ തെറാപ്പിസ്റ്റ്. ഫൈനലി ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുക. കാരണം നിങ്ങൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ
സീരിയസ്ലി ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് തേടുന്നതായിരിക്കും എന്തുകൊണ്ട് നല്ലത്. ഇപ്പം ചില ലൈഫിൽ നിന്ന് പോകുമ്പോൾ ഒരുപാട് ട്രോമകൾ ഉണ്ടാക്കിയിട്ട് പോകും. നമുക്ക് ലൈഫ് ലോങ് നമ്മളെ വിഷമിപ്പിക്കുന്ന രീതിക്ക് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ്, ഒരുപാട് ട്രോമകൾ ഉണ്ടാക്കിയിട്ട് പോകും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഞാൻ തെറാപ്പി സജസ്റ്റ് ചെയ്യുന്നു. സൂപ്പറാണ്, തെറാപ്പിക്ക് പോകണം, ഗഡിലോണ്. നമുക്ക് ഭയങ്കര ഒരു എന്തൊക്കെയോ തോന്നുന്നു, ഇത്രയും വിലയുണ്ടാ ആ പുള്ളിക്കാരൻ നമ്മളെ വെറും പുഴുവായിട്ട് കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഇത്രയും വിലയുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. സോ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഒരു തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്ന എന്തുകൊണ്ട് നല്ലതായിരിക്കും. ഓക്കെ, എനിക്ക് പിന്നെ ആരായിട്ടാണ് എനിക്ക് നിന്നെ അറിയുന്നുള്ള ആരെങ്കിലും ആണോന്ന് അറിഞ്ഞൂടാ. നിനക്ക് സുഖമായിരിക്കട്ടെ എപ്പോഴും നീ ഇനി കരഞ്ഞാൽ നിനക്ക് നല്ല ഇടി കിട്ടും. ഗോഡ് ബ്ലെസ് യു, നീ ഹാപ്പി ആയിരിക്കണം. ഇത് സീരിയസ്ലി ഗൈസ്, കരയാതെ ഈ ജന്മം ജീവിച്ച് ഒരു മനുഷ്യന് ജീവിച്ച് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സങ്കടങ്ങൾ വരും, കരയും. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു തവണ കരയുക, ആ കണ്ണീരങ്ങോട്ട് തുടച്ച് കളയുക, പിന്നെ ആ കാര്യത്തിന് കരയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അർഹതപ്പെടുന്നവരുടെ മുമ്പിൽ മാത്രമേ കരയാവൂ. അതായത് ഞാൻ അത് മനസ്സിലാക്കിയത് ഈ ഇടയ്ക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഹായ് ഗംഗ, യു ആർ സച്ച് ആൻ ഇൻസ്പിറേഷൻ ടു ഗേൾസ്. എനിക്കത് ഒരുപാട് പേരെന്നെ നേരിട്ടുണ്ടപ്പം പറഞ്ഞു കേട്ടാ. അന്ന് ഞാൻ സന്തോഷിച്ചതിന് എനിക്കങ്ങനെ പറഞ്ഞു തന്നെ, അയ്യോ ഗംഗ പൊളി, അങ്ങനെ എനിക്കറിയാം. ഞാൻ ഒരുപാട് പേർക്ക് അത് ഇൻസ്പയർഡ് ആയെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കൽ ഒരമ്മ കരഞ്ഞ് എൻ്റെ അമ്മയെ കണ്ടപ്പം അന്ന് ഞാനിങ്ങനെ പൊടിഞ്ഞു പോയി. മാമിയെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എവിടെയൊക്കെയോ എൻ്റെ അമ്മ ഉണ്ട്, മീൻസ് എവിടെയൊക്കെയോ എൻ്റെ അമ്മ കടന്നു പോയ സിറ്റുവേഷനിലൂടെ അവർ കടന്നു പോകാനുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കണുണ്ടായിരിക്കാം. ഭയങ്കരമായിട്ട് അങ്ങ് കണ്ണൊക്കെ നിറഞ്ഞു ഒരുമാതിരിയായി എനിക്ക്. അങ്ങനെ പെട്ടെന്ന് അതൊക്കെ ഭയങ്കര ഒരിതാണ്. എത്ര പൈസയോ എത്ര ഫെയിമോ എന്തൊക്കെ കൊണ്ടുവച്ചാലും ചില കാര്യങ്ങൾ ചിലതിൻ്റെയൊക്കെ തട്ടുണ്ടല്ലോ, താണേയിരിക്കുള്ളൂ ഗൈസ്. വാട്ട് ഈസ് എ മെയിൻ ഗോൾ ഫോർ ദിസ് ഈ ഇയറിലെ മെയിൻ ഗോൾ? എനിക്കൊന്നുമില്ല ഗൈസ്. ഞാൻ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എനിക്ക് സമാധാനമായിട്ടിരിക്കുക, എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങണം. അതാണ് എൻ്റെ മെയിൻ ഗോൾ എന്ന് പറയുന്നത്. ഹൗ യു സ്റ്റെപ്പ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ. എൻ്റെ കംഫർട്ട് സോണിൽ നിന്ന് ഞാൻ പുറത്തു വന്നത്, അതൊക്കെ ഒരു വലിയ കോമഡിയാണ്. ഇപ്പം അല്ലെങ്കിൽ എനിക്ക് ചിരി വരുന്നു. ഞാനൊരു വെപ്രാളം പിടിച്ച ക്യാരക്ടറായിരുന്നു ആ ടൈമിൽ. ഞാൻ ചാടി കയറി അബദ്ധത്തിലൊക്കെ ചെന്ന് ചാടി, അങ്ങനെ കുറേ സംഭവമുണ്ട്. കംഫർട്ട് സോണിൽ നിന്ന് എങ്ങനെയൊക്കെയോ കാലം മായ്ക്കാത്ത മുറിവുകളില്ല, കാലം മായ്ക്കാത്ത ഇതില്ല. കംഫർട്ട് സോണിൽ നിന്ന് എപ്പോഴും വരുത്തുന്നത് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ എന്ത് തേങ്ങ ആയിക്കോട്ടെ, കരിയറിലായിക്കോട്ടെ, നിങ്ങളെ കംഫർട്ട് സോണിൽ ഇരുന്ന് മാത്രം ചെയ്യാതെ പുറത്ത് വരണം. കംഫർട്ട് സോൺ കഴിഞ്ഞ് വരുമ്പോൾ ഒരു വരവില് ഒരു എനർജി കിട്ടും. തള്ളവിരലിൽ നിന്ന് ഉച്ചി വരെ ഒരു എനർജി കിട്ടും. ആ എനർജി ഭയങ്കര പൊളിയാണ് ഗൈസ്. പല്ലിൽ കമ്പ്യൂട്ടർ അങ്ങനെ എത്രയായി, ഇനി എത്ര നാൾ കൂടെയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ ഓർത്തോഡോണ്ടിക് ഫെയിലിയർ ആയിരുന്നു. എന്നൊരു ഡോക്ടർ പഠിച്ചതാണ്. അങ്ങനെ ഓർത്തോഡോണ്ടിസ്റ്റ് അല്ലായിരുന്നു, അങ്ങനെ പോടും മറ്റേ പല്ലൊക്കെ പറിക്കുന്ന ഡോക്ടറാണ്. ഇങ്ങനെ ഇത് പല്ലി കമ്പിടാറി എന്ന് പറഞ്ഞ് കയറി എന്തരെ കാണിച്ചു. ഒരുപത്തി പല്ലിന് 2 പല്ലെടുത്ത ഗ്യാപ്പ് അതേ കണക്ക് എന്നെ ഇരുന്ന്. പിന്നെ ഞാനിപ്പോൾ കമലയിലാണ് കാണിക്കുന്നത്, ട്രിവാൻഡ്രത്ത് വഴുതക്കാട്. ഇനി ഒരു ചെറിയ നേരിയ ഗ്യാപ്പും പിന്നെ പല്ല കുറച്ച് അലൈനാവാനുണ്ട്. ഡോക്ടർ പറയുമ്പോഴല്ലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. ചേച്ചി എന്താണ് പഠിച്ചത്? ഞാൻ BSc ബോട്ടണി പഠിച്ച്. ഞാൻ സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് വിത്ത് A ഗ്രേഡ്. ഓക്കെ. മാരേജ് പ്ലാൻസ് ഉണ്ടോ? ഞാൻ സീരിയസ്ലി പറയാലോ ഗൈസ്, മാരേജ് പ്ലാൻസ് ഞാൻ ഇപ്പോഴും പറഞ്ഞില്ല. നമ്മൾ കല്യാണം കഴിക്കാൻ എനിക്കിപ്പോൾ എന്താണെന്ന് അറിയുമ്പോൾ എല്ലാവരും കല്യാണം കഴിക്കുമ്പോൾ എനിക്ക് കഴിക്കാൻ തോന്നും. കാരണം ഒരുങ്ങി നിൽക്കണം, തല നിറച്ച് പൂവ്, നല്ല രസമുണ്ട്, ഫോട്ടോ ഒക്കെ എടുക്കാം, അങ്ങനെയൊക്കെ തോന്നും നമുക്ക്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ജീവിക്കാനുള്ളത് ഞാൻ ഒറ്റയ്ക്കാണ്. ആരെ കല്യാണം കഴിച്ചാലും അത് കഴിഞ്ഞ് ജീവിക്കാനുള്ളത് ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ എടുക്കുന്ന തീരുമാനം നല്ലതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്യാനുള്ളത് അല്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് അനുഭവിക്കാനുള്ളത് ഞാൻ മാത്രം ഒറ്റയ്ക്കേ കാണുള്ളൂ. സോ അതുകൊണ്ട് മാരേജ് എന്ന് പറഞ്ഞാൽ ഒന്ന് ലൈഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആലോചിച്ച് വളരെ എന്നെ ഞാനാക്കി മനസ്സിലാക്കുന്ന ഗ്ലാമി ഗംഗയാണ്. ഗ്ലാമി ഗംഗയെ 10 പേരെ അറിയാം, അപ്പം എന്നെയും 10 പേരറിയും എന്ന് പറഞ്ഞു വരുന്ന, പിന്നെ വോൾട്ടേജ് പോയി എന്ന് പറഞ്ഞു വരുന്ന ഒരാളും എനിക്ക് ലൈഫിൽ വരാൻ പാടില്ല. അതേപോലെ എൻ്റെ ഗ്ലാമി ഗംഗയല്ലേ പുള്ളിക്കാരി യൂട്യൂബിൽ വീഡിയോ ഇടയില്ലേ പൈസ കാണും. അപ്പം പൈസ എന്നുള്ള രീതിയിലും എൻ്റെ ലൈഫിലോട്ട് വരാൻ പാടില്ല. കാരണം നാളെ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല, എൻ്റെ കയ്യിൽ ഫെയിം ഇല്ല എന്നുണ്ടെങ്കിൽ എന്നെ കൈ പിടിച്ച് കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം എനിക്ക് കൂടെ ഉള്ളത്. ഫെയിം വരുമ്പം പിടിക്കാനും ഫെയിം പോകുമ്പം വിടാനും ക്യാഷ് വരുമ്പം കയ്യിൽ പിടിക്കാനും ക്യാഷ് ഇല്ലാത്തപ്പോഴത്തേക്ക് പോവാനും ഉള്ള ഒരാളല്ല എൻ്റെ ലൈഫിൽ വരാനുള്ളത്. ഒന്നുമില്ലെങ്കിലും ഞാനെന്ന് പറയുന്ന വ്യക്തിയെ സ്നേഹിക്കാനും ഞാനെന്ന് പറയുന്ന വ്യക്തിയെ കൺസിഡർ ചെയ്യാനും ഞാനെന്ന് പറഞ്ഞ വ്യക്തിയെ റെസ്പെക്റ്റ് ചെയ്യാനും പറ്റുന്ന ഒരാളായിരിക്കണം. ബിക്കോസ് ഞാൻ തിരിച്ചങ്ങനെയാണ്. ഒരാൾ ലൈഫിൽ വന്നാൽ അയാളെ പരിഗണിക്കാനും അയാൾക്ക് റെസ്പെക്റ്റ് കൊടുക്കാനും അയാളെ മനസ്സിലാക്കാനും ഞാൻ എന്നും എപ്പോഴും ഉണ്ടാവും. എൻ്റെ ക്യാരക്ടർ അതാണ്. ഞാൻ റിലേഷൻഷിപ്പ് എന്ന് മാത്രമല്ല ഗൈസ്, ഫ്രണ്ട്ഷിപ്പിൽ ഞാൻ അങ്ങനെയാണ്. ഞാൻ ആ ഒരു റെസ്പെക്റ്റ്, അവരെ ബൗണ്ടറീസ് കീപ്പ് ചെയ്തേ നിൽക്കുള്ളൂ. ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. സോ
തിരിച്ചും ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. പൈസ ഫെയിം കണ്ടു വരുന്നത്, അല്ലെങ്കിൽ ഫെയിം ഉണ്ട്, ഗ്ലാമി ഗംഗ കഴിഞ്ഞ 4-5 കൊല്ലം ഉണ്ടായതാണ്. അതിന് മുമ്പ് ഒരു ഗംഗ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കും അറിഞ്ഞൂടാത്ത ഒരു അമ്മ ഉണ്ട്. ആർക്കും അറിഞ്ഞൂടാത്ത എൻ്റെ അമ്മയ്ക്കും മാളൂനും മീനാക്ഷിക്കും ഗോപികയ്ക്കും മാത്രം അറിയാമെന്നുള്ള ഒരു അമ്മ ഉണ്ട്. ആ അമ്മൂനെ സ്നേഹിക്കുന്ന ഒരാളെ വേണം വരാൻ വേണ്ടിയിട്ട്. ആ അമ്മൂനെ ഇഷ്ടപ്പെടുന്ന, ആ അമ്മൂനെ അമ്മുവായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ. ഞാൻ എന്ന് പറയുന്നത് മോശമായിട്ട് തോന്നാത്ത ഒക്കെ ഒരാളാണ് വേണം എൻ്റെ ലൈഫ് വരാൻ വേണ്ടിയിട്ട്. ഏജ്, ഞാൻ 1999 ജനിച്ചത്. പഠിച്ച ഏത് കോളേജിലാണ്? MG കോളേജിലാണ് പഠിച്ചത്. ഇപ്പം യൂട്യൂബ് അല്ല വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്യുന്നില്ല ഗൈസ്. സ്കൂൾ ടൈമിൽ അംബീഷൻ എന്തായിരുന്നു? അന്നും ഇന്നും ഉള്ള ഒരൊറ്റ അംബീഷൻ എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു കടക്കട വേണം എന്നുള്ളതാണ്. ഇപ്പം ചേച്ചിക്ക് യൂട്യൂബിൽ നിൽക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുത്തേനെ? ഓഫ്കോഴ്സ് ഞാനിപ്പം പഠിച്ചൊരു ജോലിയായാണ്. എന്തായാലും എനിക്കിപ്പോൾ ഒരു വരുമാനം ഉണ്ടായിരുന്നു ജോലി ചെയ്തിട്ട്. അത് ഞാൻ ഉറപ്പ് പറയണം. അമ്മയ്ക്ക് ചേച്ചിയെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഡ്രീം എന്താണ്? എനിക്ക് തോന്നുന്നു അമ്മയ്ക്ക് അങ്ങനെയല്ല. അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് എനിക്ക് നല്ലൊരു ഹസ്ബൻഡ് വരണം. അത് അവരിന്നാൾ ഞാൻ എന്തൊരു പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴും പറഞ്ഞ്, നീ കല്യാണം കഴിക്കണം, എനിക്ക് നിന്റെ മക്കളെ കാണണം, പെൺകൊച്ചിന്റെ ഫ്രോക്ക് കഴുകി ഇവിടെ തൂക്കിയിടണം. സീരിയസ്ലി ഇവിടെ ഇതൊക്കെയാണ് സംസാരം ഗൈസ്. അമ്മയല്ലേ, അമ്മയ്ക്ക് ആഗ്രഹം കാണും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറയാനൊന്നും പോകില്ല. ചില സമയത്ത് ഞാൻ പറ്റൂല എന്നൊക്കെ പറയും. അമ്മ പറയും നീ കല്യാണം കഴിച്ചിട്ട്, അമ്മ ഇപ്പോഴൊന്നും അല്ല പറയണത്, നല്ലൊരാൾ വരുമ്പോൾ. അമ്മ എപ്പോഴും അതെടുത്ത് പറയും കേട്ടാ, നല്ല ഒരാൾ വരുമ്പോഴത്തേക്ക് എൻ്റെ മക്കളെ സ്നേഹിക്കണം, ചതിക്കുകയൊന്നും ചെയ്യാത്ത, എൻ്റെ മക്കളിരിക്കെ വേറൊരാൾക്ക് മെസ്സേജ് അയക്കാനോ വിളിക്കാനൊന്നും പോവാത്ത ഒരാൾ വരുമ്പോഴത്തേക്ക് എൻ്റെ മക്കൾ കല്യാണം കഴിക്കണം, അപ്പോഴത്തേക്ക് കല്യാണം കഴിക്കണം, എൻ്റെ എന്നിട്ട് അമ്മയ്ക്ക് ചെറുകുട്ടികളുടെ ഫ്രോക്കൊക്കെ കഴുകിടണം. ഇതൊക്കെയാണ് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോഴത്തേക്ക് എന്നെ കുറിച്ചുള്ള ആഗ്രഹങ്ങൾ. എൻ്റെ ഫേവറേറ്റ് യൂട്യൂബർ ആരാണ്? എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഗൈസ്. എല്ലാവരും എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് എല്ലാവരും ഇഷ്ടമാണ്. എല്ലാവരും ഞാൻ കാണാറുണ്ട്. എല്ലാവരും ഇഷ്ടമാണ്. പിന്നെ ഒരുപാട് പേരെ പേഴ്സണലി അറിയാം. അപ്പോൾ പേഴ്സണലി ചിലരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചിലരെന്ന് പറയുമ്പോൾ നിങ്ങൾ കാണുന്ന കുറേ പേരുണ്ടല്ലോ, അവരെയൊക്കെ എനിക്ക് പേഴ്സണലി നെഞ്ചോട് ചേർക്കുന്ന കുറച്ച് പേരുണ്ട്. അവരെയൊക്കെ ഭയങ്കര ജീവനാണ്. ഇത്രയും ചെറുപ്പത്തിൽ 0-ൽ നിന്ന് ഈ ലെവലിൽ വന്ന് നിൽക്കുന്ന ഗംഗയെ കാണുമ്പോൾ ഒരുപാട് റെസ്പെക്ട് തോന്നുന്നു. താങ്ക് യു സോ മച്ച്. മെയിനായിട്ട് അമ്മയുടെ സന്തോഷം കാണുമ്പോൾ ഒരുപാട് സന്തോഷം. എനിക്കും അതാണ്. നമ്മളെ വീട്ടിൽ അമ്മ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെ അനിയത്തിയോ അച്ഛനോ ആരായിക്കോട്ടെ, നമ്മളെ വീട്ടിലുള്ളൊരു ഹാപ്പി ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടണ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് പറഞ്ഞു തരാറിഞ്ഞൂടാ ഗൈസ്, ആ സാറ്റിസ്ഫാക്ഷൻ എന്താണെന്നുള്ളത്. ഏതെങ്കിലും ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, ഓക്കെ, കാർ മേടിക്കണം, ഓടിക്കറിഞ്ഞൂടാ. ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു സോ മച്ച്. ടൈം ആകുമ്പോൾ നല്ലൊരു ലൈഫ് പാർട്ട്നറെ കിട്ടട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു. ബെസ്റ്റ് കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എല്ലാവരും കല്യാണം കഴിയുമെന്ന് പറയുമ്പോൾ ഒരാൾ പറഞ്ഞു ടൈം എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് അബൌട്ട് ദ ഏജ് ഗൈസ്, മീൻസ് ഇറ്റ്സ് ഓൾ അബൌട്ട് ദ സിറ്റുവേഷൻസ്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന നല്ലൊരു മനുഷ്യൻ വരുമ്പോൾ ഒരു കല്യാണം, അത്രയൊക്കെ ഉള്ളൂ. ചേച്ചി ഫേവറേറ്റ് ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഷെയർ ചെയ്യാമോ? എടാ എൻ്റെ അങ്ങനെ എനിക്ക് ഭയങ്കര നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നും, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അങ്ങനെ നല്ല ചൈൽഡ്ഹുഡ് മെമ്മറീസ് ഒന്നുമില്ല. ഒന്നും നമുക്ക് പറയണ്ട. ചേച്ചിയുടെ ഫസ്റ്റ് ലവറിൻ്റെ നെയിം പറയാമോ എന്നും പറയാൻ പറ്റും. എൻ്റെ ഫസ്റ്റ് ലവറിൻ്റെ പേര് ദിനിൽ, 5ാം ക്ലാസ്സിൽ. എവിടെ എന്തോ എനിക്ക് അറിയണം. എനിക്ക് ചോക്കർ മുട്ടായും കാരക്കയും കൊണ്ട് തന്നിട്ട് ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഇഷ്ടമാണെന്ന്. കാരയ്ക്കും ചോക്കർ മുട്ടായിക്കും ആ ചേട്ടൻ്റെ അടുത്ത് അത് വാങ്ങിച്ചിട്ട് ഞാൻ പറഞ്ഞു എനിക്കിഷ്ടം. അന്ന് എനിക്ക് അറിഞ്ഞുകൂടല്ലോ, അന്ന് ഈ കാരയ്ക്ക കിട്ടണം, ചോക്കർ മുട്ടായിന്ന് വാങ്ങിച്ചു തരാൻ ആരുമില്ല. കിട്ടിയപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ചേട്ടാ ഇഷ്ടമാണ്. എന്നിട്ട് തിന്നിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെയൊന്നും ഇല്ല ചേട്ടാന്ന് പറഞ്ഞു. പണ്ട് ഇപ്പം അങ്ങനത്തെ കിഴങ്ങത്തരമൊന്നുമില്ല. ചേച്ചിയുടെ സിസ്റ്റർ എന്താണ് ചെയ്യുന്നത്? അവള് SSCയുടെ കോച്ചിങ്ങിന് പോവുകയാണ്. ചേച്ചി ജോബ് എന്തെങ്കിലും നോക്കണോ, ഇല്ല യൂട്യൂബിൽ സാലറി വെച്ചാണ് ജീവിക്കുന്നത്? ഞാൻ ജോബൊക്കെ നോക്കി, ഇതൊക്കെ നോക്കി, അങ്ങനെയൊക്കെ ചെറിയ പണിയൊക്കെ എടുത്ത് പോകുന്നു. വാട്ട് ഈസ് യുവർ ബിഗ്ഗസ്റ്റ് ഡ്രീം? ഗൈസ്, എൻ്റെ ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് വീടായിരുന്നു. ഇനി എൻ്റെ അങ്ങോട്ടുള്ള ബിഗ്ഗസ്റ്റ് ഡ്രീം എന്ന് പറഞ്ഞാൽ സമാധാനപരമായ ഒരു ജീവിതമാണ് ഞാൻ സ്വപ്നം കാണുന്നത്. ഓക്കെ, വാട്ട് ഈസ് യുവർ അൺറിവീൽഡ് സീക്രട്ട്? ഞാൻ പറയട്ടെ, എല്ലാ മനുഷ്യനും കാണൂലേ സീക്രട്സ്? എല്ലാ മനുഷ്യനും ഉണ്ടാവണം. അല്ലാതെ എല്ലാവരുടെ മുമ്പിൽ ഓപ്പൺ പുസ്തകം ആവരുത് ഗൈസ്. ഞാൻ ഇപ്പോഴും പറയുന്നു, ഒരാളുടെ മുമ്പിലും ഓപ്പൺ പുസ്തകം ആവരുത്. അങ്ങനെ നിന്നിട്ടുള്ള ഒരാളായോണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ഏത് വീക്ക് പോയിന്റിലാണോ ഒരു പ്രശ്നം വരുമ്പോൾ അവർ ആ വീക്ക് പോയിന്റിൽ പിടിക്കും. അവർക്കൊരു ഇഷ്യൂ വരുമ്പം, അവരെ കള്ളത്തരങ്ങളൊക്കെ തൂക്കുമ്പം, അവർ തെറ്റിപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ഒരു മോശമായിട്ട് പെരുമാറിയപ്പോഴും ഞാൻ അത് തന്നപ്പോൾ അവർ നേരെ പിടിച്ച് എൻ്റെ വീക്ക് പോയിന്റിലാണ്. മനസ്സിലായ? അപ്പം ഒരിക്കലും എല്ലാവരുടെ മുമ്പിൽ ഒരു ഓപ്പൺ പുസ്തകം ഉണ്ടായിരുന്നു. നിങ്ങൾക്കൊരു ബൗണ്ടറി വേണം. നിങ്ങൾക്കെന്നും പറഞ്ഞ ഒരു ബൗണ്ടറി, നിങ്ങളൊരു സെക്യൂർഡ് ആയിരിക്കണം. ഒരു സെക്യൂർഡ് വിമൺ അല്ലെങ്കിൽ ഒരു സെക്യൂർഡ് മെൻ ആയിരിക്കണം. അങ്ങനെ എല്ലാവർക്കും തോന്നുന്നവർക്കും പോണവരടുത്തൊക്കെ നിങ്ങൾ സീക്രട്ട് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് കുറച്ച് സീക്രട്സ് വേണം. എനിക്കുണ്ട്. എനിക്ക് എൻ്റേതായിട്ട് മാത്രമുള്ള കുറച്ച് സീക്രട്സ്.
വാട്ട് ഈസ് യുവർ ലിപ്സ്റ്റിക് ഷെയ്ഡ് റൈറ്റ് നൗ ആണ് ഗൈസ്. എൻ്റെത് ഇപ്പം മാക്കിൻ്റെ റെട്രോ. യുവർ ഫേവറേറ്റ് ആക്ടർ ആൻഡ് ആക്ടർ അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഇഷ്ടമാണ്. പക്ഷെ എസ്പെഷ്യലി അന്നും ഇന്നും ഒരു ലാലേട്ടൻ ഫാനാണ് ഞാൻ. പിന്നെ ആക്ട്രസ് നയൻതാര ഭയങ്കര ഇഷ്ടമാണ്. ആ സ്റ്റൈല്, സ്വാഗ്, ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ട്രഡീഷണൽ ഡ്രസ് ഓർ മോഡേൺ ഡ്രസ്സ് മതി, അങ്ങനെയൊന്നുമില്ല. യുവർ ഫേവറേറ്റ് വിച്ച് ആണ്? ഓക്കെ, ഇത് ഇത്രയുള്ളൂ ചോദിച്ചോളൂ. പിന്നെ മിനി സ്ക്രൂസ് ഇട്ടിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയാമെന്ന്. പിന്നെ ഗൈസ്, ഈ മിനി സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഈ പല്ലിൻ്റെ മുകളിൽ ഞെട്ടിയേക്കണേ, നല്ല സീനായിരുന്നു. ഭയങ്കരമായിട്ട് പല്ലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പം ഗമ്മി സ്മൈൽ മാറ്റാൻ വേണ്ടിയാണ് മിനി സ്ക്രൂ ഇട്ടത്. ആൻഡ് റൈറ്റ് നൗ ഇപ്പോൾ ഓക്കെയാണ്. 2 ദിവസം ഒരു പെയിൻ കാണും, പിന്നെ ഓക്കെയാണ്. പിന്നെ എന്താണെന്ന് പറയുമ്പോൾ അമ്മ കൂടെ നാക്കിട്ട് ഇങ്ങനെ തൊട്ടൊക്കെ ഒന്നും ഇങ്ങനെ ഒരു ജാദുവിനെ പോലെ മുകളിൽ മോണയിലുള്ളതുകൊണ്ട്. പിന്നെ ഹെയറിൽ എന്ത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഹെയർ ഇത്ര അടിപൊളി സ്റ്റൈൽ ചെയ്യുന്നത്? ഗൈസ്, ഞാൻ ഹെയർ ചെയ്തേക്കുന്ന ട്രീറ്റ്മെൻറ്റ് വന്നിട്ട് ബോട്ടോക്സ് ആണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ കുറേ നാളായി ചെയ്തിട്ട്. ഞാൻ സ്റ്റൈൽ ചെയ്യുന്ന ഡൈസൻ്റെത് വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ കണ്ടു നോക്കണേ. അബി അക്കു എൻ്റെ ആരാണ് ഗൈസ്? അബി അക്കു എന്ന് പറയുന്നത് എൻ്റെ കസിൻസ് ആണ്. എൻ്റെ അമ്മയ്ക്കൊരു ബ്രദറുണ്ട്. അമ്മയുടെ ബ്രദറിൻ്റെ കുഞ്ഞുങ്ങളാണ്. പക്ഷെ മാമൻ, അതായത് അമ്മയുടെ ബ്രദർ മരിച്ചിട്ട് ഇപ്പം ഒരു 7-8 കൊല്ലമായി. അപ്പം പുള്ളിക്കാരൻ ഇല്ല. അപ്പം അമ്മയുടെ ബ്രദറാണ്. പക്ഷെ അമ്മയുടെ ബ്രദറിന്റെ മക്കളാണ്. പക്ഷെ എൻ്റെ മക്കളാണ്. അതായത് ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. കാരണം മൂത്ത ആള് ഞാൻ പ്രായമായ സമയത്ത് എൻ്റെ ഒരു 12-13 വയസ്സിൽ ആണ് അക്കുവിന് എനിക്ക് തോന്നുന്നു 1 വയസ്സാണ്ടേണ്. ഞങ്ങൾ തമ്മിൽ 10 വയസ്സുണ്ടല്ലോ, അക്കുവിന് 3 വയസ്സ്. ഞങ്ങൾ തമ്മിൽ 10 വയസ്സിൻ്റെ ഡിഫറൻസ് ആണ്ടുണ്ട്. എനിക്ക് 13 അവന് 1 അങ്ങനെ എന്തിനാണ്ടേണ്. അപ്പം അങ്ങനെ 10 വയസ്സിൻ്റെ ഡിഫറൻസ്. ഞാൻ അബിയ പ്രസവിച്ച് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നെടുമങ്ങാട് ഹോസ്പിറ്റലിൽ ഞാൻ കാണാൻ പോയി. എന്നെ സ്കൂളിൽ വിടുമായിരുന്നു. അത് മറ്റേ ഫുള്ള് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കണം അങ്ങനെയായിരുന്നു. അപ്പം ഞാൻ പ്രസവിക്കാത്ത എൻ്റെ മക്കളാണ്. വാട്ട് ഈസ് യുവർ നെക്സ്റ്റ് എയിം ഇൻ ലൈഫ് ആഫ്റ്റർ ഹാവിങ് എ ഹൗസ് ഓഫ് യുവർ ഓൺ? എനിക്കങ്ങനെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത്യാഗ്രഹമില്ല എനിക്ക് അത് വേണം ഇത് വേണം അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം, സമാധാനം വേണം. ഓക്കെ, എന്തെങ്കിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടാകുന്നു. എനിക്ക് കുറച്ച് പഠിക്കാൻ ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാൽ എനിക്ക് ഡാൻസ് പഠിക്കാൻ ആഗ്രഹമുണ്ട്. പണ്ടൊരിക്കൽ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ എനിക്ക് ഡാൻസ് പഠിക്കണം പറഞ്ഞപ്പോൾ എന്നെ ഒരു ചീത്ത വിളിച്ചു. അപ്പം അതിനുശേഷം ഞാൻ പിന്നെ ഡാൻസ് പഠിക്കണം എന്നുള്ള ആഗ്രഹം എങ്ങും പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം അന്ന് ആ 6 വയസ്സുകാരിക്ക് അത് കേട്ടത് കുറച്ച് സീനായിപ്പോയി, അങ്ങനെ ഒരു ചീത്ത പറഞ്ഞു. അതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് ആഗ്രഹം. പക്ഷെ ഇന്ന് അതിനുള്ള ടൈമും ഇല്ല, സിറ്റുവേഷനും അല്ല. വാട്ട് ഈസ് എ മോസ്റ്റ് ഗ്രേറ്റ്ഫുൾ ഡിസിഷൻ ഇൻ യുവർ ഹോൾ ലൈഫ്? ഞാൻ സത്യം പറയട്ടെ ഗൈസ്, എൻ്റെ ഇക്കഴിഞ്ഞ പാസ്റ്റ് 20 ഇയർ അല്ലെങ്കിൽ 25 ഇയേഴ്സിൽ ഞാൻ എടുത്തിട്ടുള്ള ഗ്രേറ്റ്ഫുൾ ഡിസിഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് അല്ല കുറേ പേര് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് പിക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എപ്പോൾ എനിക്ക് ടോക്സിക് ആണെന്ന് തോന്നിയോ, എപ്പോൾ എനിക്ക് എൻ്റെ കണ്ണീര് മാത്രം ആഗ്രഹിക്കുന്നു എന്ന് തോന്നിയോ, ഫ്രണ്ട്സ് ഇപ്പം എനിക്ക് ഇഷ്ടം പോലെ ടോക്സിക് ഫ്രണ്ട്സുകളുണ്ടായിരുന്നു. ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞു, ചാച്ചാ കൊണ്ടുവെക്കോ പെണ്ണിനെ കൊണ്ടുവെക്കോ അങ്ങനെ ഞാൻ ചാച്ചാ ബൈ ബൈ പറഞ്ഞു കളഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് ഒരുപാട് മനുഷ്യരെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ ലൈഫിൽ ഏറ്റവും ഗ്രേറ്റ്ഫുൾ ഡിസിഷനായിട്ട്, അതായത് എൻ്റെ അടിമനസ്സീന്ന് അടിവയറ്റിയും തട്ടി പറയുന്നത് ഏറ്റവും ഗ്രേറ്റ്ഫുൾ ഡെസിഷനായിട്ട് ഞാൻ കാണുന്നുണ്ട്. ബിസൈഡ്സ് ഫാമിലി, ഹൂ ഈസ് യുവർ ബിഗ്ഗസ്റ്റ് സപ്പോർട്ടർ അല്ലെങ്കിൽ സപ്പോർട്ടേഴ്സ്? മീനാക്ഷി ഗോപിക. ഓക്കെ, ഹൗ അബൌട്ട് സ്റ്റാർട്ടിങ് ദ ബൊട്ടീക്ക് ഓൺ യു മെൻഷൻ ഇൻ ഫ്ലവേഴ്സ് TV? എനിക്ക് ബൊട്ടീക്ക് മീൻസ് എനിക്കൊരു ഓണ്ടർപ്രണർ ആവണമെന്നുണ്ട്. ബൊട്ടീക്കാണ്, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ആലോചിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, അപ്പം ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കും. ഇഫ് യു ആർ കംഫർട്ടബിൾ, ടെൽ us what is the most inspiring story of your life? ഓഫ് കോഴ്സ് മൈ ലൈഫ് സ്റ്റോറിയാണ് എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പയറിംഗ് സ്റ്റോറി എന്ന് പറയുന്നത്. ചാമ്പലിൽ നിന്ന് തുടങ്ങിയ ഒരാളാണ്. അതെനിക്ക് എത്ര പേർക്ക് അതൊന്നും അറിഞ്ഞൂടാ. ആ ചാമ്പലിൽ നിന്ന് തുടങ്ങി ഞാൻ എപ്പോഴൊക്കെ കിളിർത്ത് നിന്നിട്ടുണ്ടോ, ഞാനൊരു ചെടിയാണെന്ന് വിചാരിച്ചോ, ഞാൻ ആ ചെടി ചാമ്പലിൽ നിന്ന് എന്നെ ആരൊക്കെയോ എന്നെ കിളിർക്കാൻ സമ്മതിച്ചില്ല. ഞാൻ കിളിർത്ത് ഞാൻ ചെടിയായി വന്നപ്പം എന്നെ വെട്ടിക്കൂട്ടിയിട്ട് കത്തിച്ചവരുണ്ട് എൻ്റെ ജീവിതത്തിൽ. വെട്ടിക്കൂട്ടി ഇട്ട് എന്നെ കത്തിച്ച് വെറും ചാമ്പലിൽ നിന്ന് എഗെയിൻ ഞാൻ കിളിർത്ത് വന്നിട്ടുണ്ട്. എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷൻ ഞാൻ തന്നെയാണ് ഗൈസ്. നെക്സ്റ്റ് പ്ലാൻ ഇൻ ലൈഫ്? നോ, അങ്ങനെ ഒന്നും ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല. എൻ്റെ ഒരു പ്രശ്നമുണ്ടേ, ഞാൻ ഭയങ്കര മനക്കോട്ട കിട്ടുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു മനക്കോട്ട ചേട്ടൻ്റെ ചാനലല്ലേ, എൻ്റെ ചാനലിനോട് മനക്കോട്ട എന്നാണ്. ബിക്കോസ് ഭയങ്കര മനക്കോട്ടയാണ്. എൻ്റെ ലൈഫിൽ ഒരാൾ വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു കൂട്ടാൾക്കാർ വന്നാൽ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഒരു പട്ടി വന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു പെറ്റ് വന്നാൽ പോലും, അല്ലെങ്കിൽ എന്തോ പറയേ, ഞാനിങ്ങനെ മനക്കോട്ട കെട്ടും. അവസാനം അതെല്ലാം കൂടെ പൊളിച്ച് എൻ്റെ ഉച്ചിയിലിട്ട് തരും. പിന്നെ ഞാനത് വെച്ചുകൊണ്ട് മിണ്ടായിരിക്കും. അതാണ് നടക്കണം. അതുകൊണ്ട്
ഞാൻ എന്തോന്ന് പ്ലാൻ ചെയ്യണ പരിപാടി ഞാൻ അങ്ങ് നിർത്തി. ഓക്കെ, ഹലോ ചേച്ചി, ഒരു മോട്ടിവേഷൻ പറഞ്ഞു തരുമോ? വീട് വെച്ചപ്പോൾ ഫുള്ള് എത്രയായി? നോർമൽ സ്കിൻ കെയർ ഡ്രീം പ്ലേസ് ഏതാണ്? ഗൈസ്, ഒരു മോട്ടിവേഷൻ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് നമ്മളെ ഉണ്ടാവുള്ളൂ. നമുക്ക് ചുറ്റുമുള്ളവർ നമ്മളെ ജഡ്ജ് ചെയ്യും, നമ്മൾ അത് പറയും, ഇത് പറയും, അങ്ങനെ പറയും, ഇങ്ങനെ പറയും, എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് നമ്മൾ മാത്രം ഉണ്ടാവുള്ളൂ. എനിക്ക് ഞാനേ ഉണ്ടാവൂ എന്ന് ഞാൻ മനസ്സിലാക്കിയ നിമിഷമുണ്ട്. ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എനിക്ക് പറയണത്, നമുക്ക് നമ്മളെ ഉണ്ടാവൂ എന്ന് തിരിച്ചറിയുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. ആ മൊമെൻറ്റ് പിടിച്ച് ഞാൻ കയറിക്കോണം. വീട് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ്, കാരണം ഇപ്പം ഞങ്ങൾക്ക് ലോണൊക്കെ ഉണ്ട്. ആ ലോൺ പോലും എൻ്റെ അമ്മയ്ക്ക് എത്ര ഉണ്ടെന്ന് എൻ്റെ അമ്മയ്ക്കും ആർക്കും അറിഞ്ഞൂടെ എത്ര ഉണ്ടെന്ന്. എന്നാൽ ഞാൻ പറയാത്തത് ഒരുപാട് അനുഭവിച്ചേ. അപ്പം എൻ്റെ അമ്മയുടെ ബ്രദർ ആയാലും കടം കയറി ആത്മഹത്യ ചെയ്ത ആളാണ്. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര പേടിയാണ്. അപ്പം അതുകൊണ്ട് ഞാനൊന്നും അറിയിക്കുകയില്ല, ഞാനൊന്നും പറയാറുമില്ല. ഡ്രീം പ്ലേസ് ഏതാണ്? അങ്ങനെയൊന്നുമില്ല ഗൈസ്. കസിൻസ് നിന്ന് ഞാൻ നിന്ന് അനുഭവപ്പെട്ട ഏറ്റവും വേഴ്സ്റ്റ് തിങ്സ്, ഒരു കുഞ്ഞല്ലേ, എനിക്ക് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ട് തോന്നി എന്താണെന്നറിയോ? പണ്ട് ആ അക്കു എന്ന് പറഞ്ഞാൽ ഉണ്ട്, അക്കു ചെറുക്കൻ മൂത്തൻ. അവൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ ആദ്യം പറയും വേണ്ടെന്ന് പറയും. അത് പൊളിച്ച് ഞാൻ വായിക്കാത്ത ഇടുമ്പോൾ ആ ചെറുക്കൻ കരയാൻ തുടങ്ങും. ഇത് കരയുമ്പോൾ എല്ലാവരും പറയും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് അവന് കൊടുത്തില്ല എന്ന്. അതെൻ്റെ അവനിൽ നിന്നുണ്ടായ വേഴ്സ്റ്റ്. അതായത് അവന് 1, 2, 3 വയസ്സുള്ളപ്പോൾ. അതാണ് എൻ്റെ ഏറ്റവും വലിയ വേഴ്സ്റ്റ് അനുഭവം ഗൈസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി ഗംഗയുടെ ബയോളജിക്കൽ ഫാദറിനെ കണ്ടാൽ എൻ്റെ റിയാക്ഷൻ ആൻഡ് ബിഹേവിയർ ഗൈസ് എനിക്ക് പേടിയാണ്. പേടിയില്ല മീൻസ് ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കും, എനിക്ക് കാണണ്ട അതൊന്നും. ഓക്കെ, വാട്ട് അബൌട്ട് യുവർ സിസ്റ്റേഴ്സ് ഡിഗ്രി? മാളു BSc മാത്സ് ആണ്. ക്രഷ്ഡായ ഒരു ആക്ടർ? ക്രഷ്ഡാണോ? ക്രഷായ ഒരു ആക്ടർ എനിക്ക് ഷൈൻ നിഗത്തിന് ഭയങ്കര ഇഷ്ടമാണ്. ക്രഷ് എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണ്, എനിക്കിങ്ങനെ കണ്ടോണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു നമ്മളൊരു ഏജിൽ നമുക്ക് എല്ലാവരെയും ഭയങ്കര ചിലരൊക്കെ എന്നൊക്കെ തോന്നുന്നു സിനിമ കാണാൻ. ഇപ്പം അങ്ങനെ ഇല്ല. ഇപ്പം അവരുടെ അഭിനയമൊക്കെ കണ്ട് സൂപ്പർ എന്നല്ലാതെ ആ ഒരു പുറമേ ഉള്ളതൊന്നും നോക്കാറില്ല. ഓക്കെ, ബാഡസ്റ്റ് ഇൻസിഡൻറ്റ് ഫ്രം കോമൺ പീപ്പിൾ ആൻഡ് നിൻ്റെ പ്രതികാരം? ഞാൻ ഇന്നേ വരെ ഒരാൾക്ക് പ്രതികാരം ചെയ്യാൻ ഞാൻ പോയിട്ടില്ല. ഞാൻ പറയാണ്, സ്റ്റിൽ നൗ എന്നെ ഒരുപാട് പേര് ദ്രോഹിച്ചിട്ടുണ്ട്, എന്നെ ഒരുപാട് വേദനിപ്പിച്ച് കരഞ്ഞ് ട്രോമറ്റൈസ്ഡ് ആക്കി പുഴുവിനെ പോലെ ചവിട്ടി അരച്ചിട്ടുണ്ട്. സീരിയസ്ലി അരച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരു തവണ പോലും റിവെഞ്ച് എന്നും പറഞ്ഞ് ഇറങ്ങിയിട്ടില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ അവരൊക്കെ എന്നെ ദ്രോഹിക്കാൻ ഞാനായിട്ട് അവസരം ഉണ്ടാക്കി കൊടുത്താണ്. എൻ്റെ ലൈഫിലോട്ട് ഞാൻ പിടിച്ചുകൊണ്ടുവന്നാണ് അവരെയൊക്കെ. അപ്പോൾ ഞാൻ ആ കിഴങ്ങത്തരം കാണിച്ച് അത് എൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ എന്തിനാ അവരെ ലൈഫിലോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. എന്നെ ദ്രോഹിച്ചു, ഓക്കെ ഫൈൻ, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ബാഡായിട്ട് പെരുമാറി, ഞാൻ വിശ്വസിക്കണം എന്താണെന്നറിയോ? കർമ്മയിൽ. അത് എത്ര പേർക്ക് വിശ്വാസം ഉണ്ടെന്ന് അറിഞ്ഞൂടാ. ഞാൻ എപ്പോഴും വിശ്വസിക്കണം, ഞാൻ ഒരാളെ കരയിച്ചിട്ടുണ്ടോ ഞാൻ തിരിച്ചു കരയും. അതേ കണക്ക് എന്നെ ഒരാൾ കരയിച്ചിട്ടുണ്ടോ തിരിച്ചും കരയും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കർമ്മയിൽ വിശ്വസിക്കുന്നതാണ് ഞാൻ. ആ പോസിറ്റീവ് എനർജി എന്തോ ഒന്നുണ്ട് ദൈവം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജിയിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പം എനിക്ക് ആരെടുത്ത് റിവെഞ്ച് ചെയ്യാൻ താല്പര്യമില്ല. കാരണം ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ ദ്രോഹിക്കാൻ പോകില്ല. അവരിനി എത്ര ദ്രോഹം ചെയ്താലും ഞാൻ അവരെ ദ്രോഹിക്കാൻ പോകില്ല. അതെൻ്റെ ഒരു വൃത്തിയായിട്ട ക്യാരക്ടറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് യൂട്യൂബ് മേ ബാൻ ഇൻ ഇന്ത്യ വാട്ട് വിൽ യു ഡു നെക്സ്റ്റ്? എനി അതർ ബിസിനസ് ആർ റണ്ണിങ് നൗ? ഇത് ഞാൻ ഒരുപാട് പേര് എന്നിട്ടുണ്ട്. ഇത് എൻ്റെ റിലേറ്റീവ്സിൻ്റെ സൈഡിൽ നിന്ന്. യൂട്യൂബ് ഇല്ലാതായിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് ചിരിച്ചോണ്ട് മോടി നിന്ന് പിറകിൽ നിന്ന് ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് പേരുണ്ട്. ഞാൻ ഇപ്പോഴും ഞാൻ പറയാം, ഞാനിതൊന്നും എൻ്റെ ലൈഫിൽ ഞാൻ യൂട്യൂബിൽ വരുമെന്നാ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ വയ്ക്കുന്ന ഒന്നും ഞാൻ പ്രീ പ്ലാൻ ചെയ്തതല്ല. ഞാൻ ഇപ്പോഴും യൂട്യൂബ് ഇല്ലാന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ഞാനൊരു ജോലി ചെയ്യും. കാരണം എനിക്ക് യൂട്യൂബ് എന്നുള്ള സംഭവമല്ല, ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. ഞാൻ ഏത് ജോലിക്ക് പോകാനും ഏത് ജോലി ചെയ്യാനും ഞാൻ റെഡിയാണ്. അങ്ങനെ റെഡി ആയിട്ടുള്ള ഒരാൾക്ക് എന്തില്ലേലും ജീവിക്കാൻ പറ്റും. സീരിയസ് ആയിട്ട് ഞാൻ പറയുകയാണ്. ഇപ്പം ചിലരുണ്ട് യൂട്യൂബിൽ എന്തിനായാലും യൂട്യൂബ് എന്നല്ല എന്തായാലും ഫെയിം ആഗ്രഹിക്കുന്ന കുറേ ഉണ്ട്. അപ്പം ഫെയിം എന്നുള്ള സംഭവത്തിനേക്കാളും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഹാർഡ് വർക്ക് ചെയ്യുക. അത് ഏത് ഫീൽഡിൽ നിന്ന് ഹാർഡ് വർക്ക് ചെയ്താലും റിസൾട്ട് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. യൂട്യൂബ് ബാൻ ആയി പോകണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇറങ്ങും, അടുത്തെൻ്റെ പണിക്ക് ഇറങ്ങും. ഒന്നുമില്ലെങ്കിലും ഞാൻ സർട്ടിഫൈഡ് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ്, ഞാൻ വർക്കിനിറങ്ങും, അത്രേ ഉള്ളൂ. ഞാൻ സത്യം പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അടുത്ത് എന്തായാലും എത്ര ദേഷ്യം കമൻറ്റ്. ഇത് കല്യാണം എപ്പോഴാണ്? ആരെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? എന്തരുത് എനിക്കതാ മെസ്സേജ്. എന്തരുത് എന്നെ ഇവിടെ സത്യം എൻ്റെ അമ്മ പോലും പറയല്ല. അമ്മ പറഞ്ഞു നീ എപ്പോഴാണോ ഓക്കെ ആവണം അപ്പം കെട്ടിയത്. ഇപ്പം എന്നെ കെട്ടിച്ചിട്ടിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക്? എന്താണ് അങ്ങനെയൊന്നുമില്ല ഗൈസ്. ചിരി പറഞ്ഞത് കണ്ടപ്പോൾ എനിക്ക്. മാളുവിൻ്റെ സ്റ്റഡി ടൈം എത്ര മണിക്കൂർ എങ്ങനെയെന്നൊക്കെ പറയാമോ?
ഒരു വീഡിയോയിൽ കണ്ടു ടൈമർ വെച്ച് പഠിക്കുന്നത് സ്റ്റഡി സത്യം പറയില്ല ഗൈസ്. അമ്മയാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചോദിച്ചിട്ടാണ് ആ പെണ്ണുമ്പിള്ള ആ റൂമിലോട്ട് കയറ്റോലും ഇല്ല. ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെങ്കിലും ഉള്ളിൽ ഞാൻ ഭയങ്കര ഒരു പ്രൗഡ് ചേച്ചിയാണ്. കാരണം അവൾ ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആണ്. അവൾ എഫേർട്ട് ഇട്ട് അവൾ പഠിക്കുന്നതൊക്കെ. കാരണം എനിക്കങ്ങനെ എഫേർട്ട് ഇട്ടെന്ന് പറയില്ല. ഞാൻ 1 മണിക്കൂർ പഠിച്ചാൽ കഴിഞ്ഞ് ഒരു 5 മണിക്കൂർ ഞാൻ വാചകത്തിനിറങ്ങും സംസാരിക്കാൻ വേണ്ടി. പക്ഷെ അവൾ അങ്ങനെ പഠിക്കുന്നതിന് എനിക്കൊരു ഇൻസ്പിറേഷൻ. അവൾക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് അവൾ ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ഒരു വീഡിയോ ചെയ്യാം. എൻ്റെ പൊന്നെ, ഞാൻ സത്യം പറയാം, ഇതെന്തൊരു മാട്രിമോണി വെബ്സൈറ്റാണ്. വാട്ട് ആർ ദ ക്വാളിറ്റി ഷുഡ് ബി നീഡ് ഇൻ യുവർ ഫ്യൂച്ചർ ഹസ്ബൻഡ്. ഞാൻ എന്താണോ എന്നെ അതേപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാൾ എനിക്ക് വേണം. അപ്പം അങ്ങനെ ഒരാൾ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഗൈസ്, ഐ ക്യാൻ ലീവ് എലോൺ. ഞാൻ പറഞ്ഞല്ലോ, അതെന്ത് ഭയങ്കര കഴിവാണ് കേട്ടോ. എനിക്കെന്നല്ല, അത് ഒരുപാട് പേർക്കുണ്ട്. അത് അച്ചീവ് ചെയ്തെടുത്തോണ്ടല്ല. പിന്നെ മക്കളെ വേറൊരു വൈബാണ്. അങ്ങനെ നമുക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിയ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ധൈര്യം തോന്നി കഴിഞ്ഞാൽ. ആൻഡ് എനിക്ക് ആ ഫ്യൂച്ചർ ഹസ്ബൻഡ് ബേസിക് ആയിട്ട് ഞാൻ പറയാം, എൻ്റെ അമ്മയും എൻ്റെ അനിയത്തിയും എൻ്റെ കസിൻസിനും ഒന്നിനും എന്നെ പിരിക്കാനൊന്നും പാടില്ല. എന്നെ പോലെ അവരെയും സ്നേഹിക്കണം. എന്നെ സ്നേഹിക്കുന്നത് അയ്യോ അവൾക്ക് സ്വന്തമായിട്ട് ഇപ്പോൾ ഒരു വീടുണ്ട്, അവൾക്ക് യൂട്യൂബുണ്ട്, ഗ്ലാമീഗങ്ങയാണ്, പൈസ ഉണ്ട്, ഇതൊന്നും ആവരുത് ഗൈസ്. എന്നെ സ്നേഹിക്കാനുള്ളത് ഷീസ് എ സോൾ. അതൊരു സോളാണ്. ഇത്രയും ഇതിൽ കൂടെ കടന്നു വന്നതാണ്. സോ ജസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റണം, കൺസിഡർ ചെയ്യാൻ പറ്റണം. ആൻഡ് എനിക്കൊരു മൈക്രോ ചീറ്റിങ് പോലും പറ്റാത്ത ഒരാളാണ് ഞാൻ. ഒരു ചീറ്റും ചെയ്യാത്ത ഒരാൾ വേണം. അങ്ങനെയൊക്കെ എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഇതൊക്കെയാണ് ഞാൻ കാണുന്ന ബേസിക് ആയിട്ടുള്ള ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒന്ന് സ്നേഹിക്കാൻ പറ്റണം. ഒന്ന് നമുക്ക് പറയട്ടെ, സ്നേഹിക്കാൻ പറ്റും. സ്നേഹം എന്നുള്ളത് സംഭവമുണ്ട്. പക്ഷേ ബേസിക്കായിട്ട് ഒരു റിലേഷൻഷിപ്പ് റൺ ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ബേസിക്കായിട്ട് 3 ക്വാളിറ്റീസ് വേണം. ഒന്ന്, നമ്മൾ പരിഗണിക്കപ്പെടണം, കൺസിഡർ ചെയ്യുമ്പോഴാണ്. ഓരോ മനുഷ്യരും പരിഗണിക്കുമ്പോഴാണ് ഏറ്റവും ഭംഗിയായിട്ട് ആ മനുഷ്യന് ചിരിക്കാനും പെരുമാറാനും സന്തോഷിക്കാനും സംസാരിക്കാനൊക്കെ പറ്റണം. ബേസിക്കുള്ള ഒന്നാണ് പരിഗണിക്കപ്പെടണം. ആൻഡ് നെക്സ്റ്റ്, റെസ്പെക്റ്റ് ചെയ്യണം. അതായത് നമ്മളെ കാണാൻ മുണ്ടഴിച്ചിട്ട് അയ്യോ മാഡം എന്ന് പറഞ്ഞ് തൊഴുവണമെന്നല്ല, ജസ്റ്റ് റെസ്പെക്റ്റ് ചെയ്യണം. കാരണം എനിക്ക് സെൽഫ് റെസ്പെക്റ്റ് ഇല്ലാതെ റിലേഷൻഷിപ്പ് ആയാലും ഫ്രണ്ട്ഷിപ്പ് ആയാലും ഇൻ കേസ് ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെ ഇടയിൽ പോയാലും എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എവിടെ പോകുന്നു അവിടെ നിന്ന് ഞാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കോ ഞാൻ പോവാനോ ചെയ്യാറോ ഒന്നും ഞാനില്ല. കാരണം ഞാൻ ബേസിക്കായിട്ട് മാക്സിമം ഞാൻ നോക്കും, സഹിക്കാൻ നോക്കും, അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കും. മാക്സിമം ഞാൻ ഭൂമിയോളം ഞാൻ ക്ഷമിക്കും. എപ്പം എൻ്റെ സെൽഫ് റെസ്പെക്റ്റ് എനിക്ക് എവിടെ പോയെന്ന് തോന്നിയോ അവിടെ പിന്നെ ഞാൻ നിൽക്കൂല. സോ സെൽഫ് റെസ്പെക്ട്, അതായത് റെസ്പെക്ട് എന്ന ഒരാളായിരിക്കണം. മനസ്സിലാക്കണം. അഡ്ജസ്റ്റ്മെന്റ് അല്ല, പരസ്പരം മനസ്സിലാക്കി മുമ്പോട്ട് പോകാൻ പറയണം. ഈ ഒരു ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് സ്നേഹം വേണം. പക്ഷെ സ്നേഹം ഉണ്ടെന്നും പറഞ്ഞ് ഇപ്പം നമ്മൾ പറയണ കേട്ടില്ലേ, എൻ്റെ ഭർത്താവ് എന്നെ എന്നും എടുത്തിട്ടിരിക്കും, എൻ്റെ ഭർത്താവ് എന്നെ ബോഡി ഷെയ്മിങ് ചെയ്യും, എൻ്റെ ഭർത്താവ് അങ്ങനെ ചെയ്യും, ഇങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ പുള്ളിക്കാരൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. അത് സ്നേഹമല്ല ഗൈസ്. പുറമേ സ്നേഹമെന്നും പറഞ്ഞ് നമ്മളെ ചൂഷണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് അങ്ങനെയൊന്നും ഉള്ള ഒരാൾ ലൈഫിൽ എനിക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂല. പുതിയ വീട് വെച്ചിട്ടുള്ള ജീവിതം എങ്ങനെയുണ്ട് ചേച്ചിന്ന്? ഡ്രീം കം മൊമെന്റ് അല്ലായിരുന്നു. ഓഫ് കോഴ്സ് ഗൈസ്. കാരണം ഞാൻ വീട് വെച്ച് ഞങ്ങൾ ഇവിടെ കയറി താമസിക്കുമ്പോൾ സ്റ്റിൽ ഞാൻ വിശ്വസിച്ചില്ല ഇത് നമ്മൾ വെച്ച വീടാണ്, ഞാൻ വെച്ചിട്ട് ഇത് സത്യമാണ്. എന്നിട്ട് ഞാൻ കൂടെ ഉള്ളിയൊക്കെ നോക്കും. സീരിയസ്ലി എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിഞ്ഞൂടാ. ഞാൻ കൂടെ ചിലപ്പോൾ സ്വപ്നമാണെങ്കിൽ ആ കണ്ണടച്ച് തുറക്കുമ്പോൾ ഇതൊന്നുമില്ല, അങ്ങനെയൊക്കെ എനിക്ക് തോന്നും. അപ്പം ഞാൻ എന്നെ കൂടെ ഉള്ളിൽ നോക്കി നിന്നിട്ട് ഞാൻ വെളിയിൽ ഇറങ്ങി നിൽക്കും. വെളിയിലൊരു മാഞ്ചിയുണ്ട് ഗേറ്റിൻ്റെ പുറത്ത്, അവിടെ ഇറങ്ങി നിന്നിട്ട് ഞാൻ മേലോട്ട് ഇങ്ങനെ നോക്കും. ഞാൻ എപ്പോഴെങ്കിലും ഡൗൺ ആയിട്ട് നിൽക്കുമ്പോൾ പയ്യെ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് നോക്കും. ഇഫ് യു ക്യാൻ ദിസ് ദെൻ എന്തും പറ്റും എന്നെനിക്ക് അങ്ങനൊരു സംഭവമുണ്ട്. എൻ്റെ ഒരു ലൈഫ് ലോങ് ഇൻസ്പിറേഷൻ ആൻഡ് മോട്ടിവേഷനാണ് ഗൈസ് ഇതെന്ന് പറയുന്ന വീട്. ലൈഫിൽ പഠിച്ച 2 ലെസൺസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? നെവർ ട്രസ്റ്റ് എനി വൺ ബ്ലൈൻഡ്ലി. ഒരാളെയും കണ്ണടച്ച് നമ്പരുത്. ഒരാളെയും നിങ്ങൾ ജീവിതത്തിൽ, അത് അച്ഛനായിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, ഹസ്ബൻഡ് ആയിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, പക്ഷെ കണ്ണടച്ച് നമ്പരുത്. മണ്ടനായി പോവരുത്. കണ്ണടച്ച് നമ്പിക്കഴിഞ്ഞാൽ അവസാനം നമ്മളിരുന്ന് തേയും ഗൈസ്. നമ്മൾ അന്ധമായി നമ്മളവരെ വിശ്വസിക്കുന്നു എന്ന് അവർ മനസ്സിലായി കഴിഞ്ഞാൽ അവർ അന്ധമായി നമ്മളെ പറ്റിക്കും, നമ്മളെ പറ്റിച്ചോണ്ടിരിക്കും.
നമ്മളെ എത്രത്തോളം യൂസ് ചെയ്യാൻ പറ്റും, എത്രത്തോളം യൂസ് ചെയ്യും, നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യും. നമ്മളെ വെറും ചണ്ടിപോര ഈ ഷുഗർ കെയിൻ ജ്യൂസിൻ്റെയൊക്കെ ഇതില്ലേ, അതുപോലെ നമ്മളെ വലിച്ചെറിയുന്ന തോന്നുമ്പോഴത്തേക്ക് നെവർ ട്രസ്റ്റ് എനി വൺ ബ്ലൈൻഡ്ലി. 2, എല്ലാം ക്ഷമിച്ചോ. സെൽഫ് റെസ്പെക്ട് എവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെടണം, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ട്, റിലേഷൻഷിപ്പ് ആയിക്കോട്ട്, എന്ത് ഷിപ്പായാലും ഇറങ്ങിക്കോണം. ഞാൻ എൻ്റെ ഇതിൽ നിന്ന് പഠിച്ചതാണ്. അവിടെ നിന്ന് പിന്നെ ഇറങ്ങണം. അവരെ കാണാൻ മിണ്ടാം, ഹായ് ബൈ സുഖല്ലേ മിണ്ടാം. പക്ഷെ ഒരിക്കൽ പോലും പിന്നെ ആ പഴയ സ്നേഹം അങ്ങോട്ട് കൊടുക്കാനോ ഒന്നിക്കരുത്. കാരണം ഞാൻ അങ്ങനെയാണ്. അങ്ങനെ ഞാൻ അവരുടെ ലൈഫിൽ നിന്നോ ഒന്നിനും ഞാൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ, ഞാൻ വെറുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അവർ തിന്നുന്നുണ്ടോ, കുടിക്കുന്നുണ്ടോ, അച്ചാറിടുന്നുണ്ടോ, അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. ചോറ് വയ്ക്കുന്നുണ്ടോ, കറികൾ വയ്ക്കുന്നുണ്ടോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. ഇറങ്ങി പൊക്കോ, അതുവഴി പൊക്കോ, പിന്നെ ഇങ്ങോട്ട് വരണ്ട. അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. കാരണം അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഫ്രണ്ട്സുകളൊക്കെ ഞാൻ ലൈഫിൽ നിന്ന് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് സെൽഫ് റെസ്പെക്ട് തരാൻ ഒട്ടും പറ്റൂല. ആൻഡ് 3rd ഒരു കാര്യം ഞാൻ പറയാം, എവ്രി പേഴ്സൺ നീഡ് എ ബൗണ്ടറി. എല്ലാ മനുഷ്യനും ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിക്കകത്ത് ഒരു പ്രാണിയെപ്പോലും കയറ്റരുത് നിങ്ങൾ. ആ ബൗണ്ടറിക്കകത്ത് നിങ്ങളെ ബൗണ്ടറി നിങ്ങൾക്ക് മാത്രം സ്വന്തമാണ്. അതിനകത്ത് ഒരാളെ നിങ്ങൾ വലിച്ചിടാൻ വേണ്ടിയിട്ട് നോക്കരുത്. ആൻഡ് കാർത്തികേയനും ശരണ്യയെ കുറിച്ച് 2 വാക്ക് എന്തോ പറയാൻ. അവരടിപൊളിയാണ്, നല്ലതാണ്. കാർത്തികേയൻ എന്നാൽ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, മിനിയാന്ന് ഇവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വേറൊരു കാര്യം ഞാൻ പറയാം, ഞാൻ ഏറ്റവും ഡൗൺ ആയിട്ടിരിക്കുന്ന മൊമെന്റിൽ എനിക്ക് എന്തും വിളിക്കാം, എനിക്ക് എന്ത് സങ്കടവും പറയാൻ പറ്റുന്ന ഒരു ചേട്ടൻ, അത് കാർത്തികേയനാണ്. എനിക്ക് എന്ത് സങ്കടം, ഞാൻ 1% എനർജിയിൽ നിന്ന് ആ മനുഷ്യനെ ഞാൻ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മനുഷ്യന് 100% എനർജി തന്നു വിടാറുണ്ട്. സോ അതുകൊണ്ട് കാർത്തികേയൻ അങ്ങനെ ഒരു സംഭവമാണ്. എനിക്ക് കാർത്തികേയൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എല്ലാവർക്കും ഒന്നും ആ ഒരു ഇത് കൊടുത്തിട്ടില്ല, എന്ത് വന്നാലും വിളി അങ്ങനെയൊന്നും കൊടുത്തിട്ടില്ല. പക്ഷെ അങ്ങനെ കൊടുത്ത ഒരാൾ നീയാണ്. എന്ത് ഡൗൺ ഉണ്ടെങ്കിലും വിളിച്ച് ചേട്ടാ ഇന്നാണ് പറ്റല്ല എന്ന് പറഞ്ഞാൽ ഈ മറ്റേ തറയിൽ ഒട്ടിയിരിക്കണ എന്നെ മറ്റേ അങ്ങ് വിടും, ഹൈഡ്രജൻ ബലൂൺ കണക്ക് അങ്ങ് വിടുന്നില്ല, അങ്ങനത്തെ ഒരാളാണ് ശരു. അതാണ് ശരുവിൻ്റെ അടുത്ത് പറയും, നിനക്ക് എന്തുണ്ടെങ്കിലും നീ വിളിക്കണം, നിനക്ക് എന്ത് വിഷമമുണ്ടെങ്കിലും നേരെ നീ വീട്ടിലോട്ട് വരണം എന്നൊക്കെ പറയും. ലൈഫിൽ അങ്ങനെ കുറച്ച് പേരുള്ളതും ഭയങ്കര ഭാഗ്യമാണ്. ഒരുപാട് പേരെ വേണ്ട നമുക്ക്. ആ ഉള്ള ആൾക്കാർക്ക് നമ്മളെ മനസ്സിലാവുന്നുണ്ടോ, നമ്മൾ ഒന്ന് ഇങ്ങനെ തളർന്ന് നിൽക്കുമ്പോൾ നമ്മളെ കൈപിടിച്ച് കുറച്ച് ഓക്കെ ആക്കാൻ നമ്മളെ മുമ്പോട്ട് എത്തിക്കാൻ പറ്റണുണ്ടോ, ഭയങ്കര ഭാഗ്യമാണ് ഗൈസ്. എങ്ങനെയാണ് ഗംഗയുടെ കഷ്ടപ്പാടുള്ള സിറ്റുവേഷൻ ഓവർകം ചെയ്തത് ഗൈസ്? ഞാൻ എനിക്ക് അറിഞ്ഞൂടാ, സത്യമല്ല അറിഞ്ഞൂടാ. എന്നൊരു ഹോപ്പാണ്, അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷനാണ്. ഞാൻ ഇതുണ്ടാവും എന്നുള്ളൊരു വിശ്വാസം. ആ വിശ്വാസത്തിൽ മാത്രമാണ്. ഒന്നെന്ന് പറയണത്, എനിക്ക് മടിയില്ല. എനിക്ക് ഈ വീട്ടു ജോലിയൊക്കെ ചെയ്യാൻ മടിയാണെങ്കിലും എനിക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മടിയില്ല. അപ്പം അതുകൊണ്ട് എന്തും ചെയ്ത് രക്ഷപ്പെടാൻ പറ്റുമെന്നുള്ള ഒരു ഓവർ കോൺഫിഡൻസ് അല്ലെങ്കിൽ കോൺഫിഡൻസ് എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ്, ഏതെങ്കിലും സിറ്റുവേഷനിൽ മരിച്ചു പോയാൽ മതി എന്ന് തോന്നിയിട്ടുണ്ടോ? മറ്റേ ചില സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെ തകർന്ന് തരിപ്പണായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. കാരണം ഗൈസ്, ഇത് ജീവിതം ഇങ്ങനെയാണ്, നമ്മളെ ലൈഫിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് മനസ്സിലായ നിമിഷം ഓക്കെ, പിന്നെ ചാവാൻ തോന്നില്ല. എന്തായാലും ജനിച്ച്. എന്നാലൂടെ എൻ്റെ അടുത്ത് ഒരാൾ പറഞ്ഞു, നീ ഇനി എന്തൊക്കെ വന്നാലും ചാവൂലെന്നറിയാന്ന് പറഞ്ഞു. ഞാൻ ചാവണമെന്നുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ ആത്മഹത്യ ചെയ്യൂല ഗൈസ്. എന്തൊക്കെ പ്രശ്നം വന്ന് തലകുത്തനെ നിന്ന് എന്നാലും ഞാനൊരു സൂയിസൈഡൽ സംഭവം ചെയ്യൂല. ഗംഗയുടെ എത്ര നാൾ എഫേർട്ടാണ് സ്വന്തമായിട്ടൊരു വീട്? ഒരു 5, 6, 7 കൊല്ലാവും. കാരണം യൂട്യൂബിൽ വന്നിട്ട് 5 കൊല്ലാവും. അല്ലാതെ ഞാൻ അല്ലാതെ ചില്ലറ പണിക്കൊക്കെ പോയിട്ട് അല്ലാതെ 2 വർഷം 7 കൊല്ലാവും. സോ 7 വർഷത്തെ കഷ്ടപ്പാടാണ്. എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഞാൻ എന്ത് പാഠം പഠിച്ചു എന്നുള്ളതാണ്. വാട്ട് വൺ ലൈഫ് ലെസൺ ദാറ്റ് യു ലേൺ ഫ്രം യുവർ എക്സ്പീരിയൻസ് ആൻഡ് വാട്ട്സ് യുവർ ഏജ്? ഞാൻ 1999 എനിക്ക് 25 ആണോ 26 ആണോ എന്ന് എനിക്ക് അങ്ങോട്ട് പിടികിട്ടാനില്ല. ഞാൻ 2-3 ദിവസമായിട്ട് ഞാൻ കൺഫ്യൂഷനിലാണ്. 1 ലെസൺ, ഒരു പാഠമല്ല, ഞാൻ ഒരുപാട് പാഠം പഠിച്ചു. അതിൽ ഞാൻ എപ്പോഴും പഠിച്ചൊരു കാര്യമാണ്, ആരും കണ്ണടച്ച് വിശ്വസിക്കരുത്. ഞാനത് പഠിച്ച പാഠാണ്. കണ്ണടച്ച് അന്ധമായിട്ട് വിശ്വസിക്കരുത്. ആൻഡ് നിങ്ങൾ ഇമോഷണലി വൾണറബിൾ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു തീരുമാനം എടുക്കരുത്. ബിക്കോസ് ഇമോഷണലി വൾണറബിൾ ആയിട്ട് നിൽക്കുന്ന ടൈമിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയോ ഒരു കൂട്ടം ആൾക്കാരോ നമ്മൾ ഓക്കെ അല്ല എന്ന് തോന്നിക്കല്ലേ, അവർ നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ. അതായത് ആ നിൽക്കുന്ന ആളോ ആ കൂട്ടരോ കറക്റ്റ് അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മളെ നന്നായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യും. ഇമോഷണലി ഒരു തീരുമാനം എടുക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ, എനിക്കിതിന് ഓൾറെഡി ഞാനിതിന് ലാസ്റ്റ് ഉത്തരം തരണം പറഞ്ഞിരിക്കുകയായിരുന്നു. ഗ്ലാമി, ഈ കോൺഫിഡൻസ് എവിടെ നിന്ന് കിട്ടി?
പെൺകുട്ടികൾക്ക് നൽകാനുള്ള ഒരു ഉപദേശം ഞാൻ പറയാം ഗൈസ്. കോൺഫിഡൻസ് ഒന്ന് ആര് കൊണ്ട് തന്നിട്ട് നമുക്ക് കിട്ടൂല. ഒരാളിപ്പം കുറച്ച് നമ്മളടുത്ത് പറയാം, നമ്മൾ കുറേ മോട്ടിവേഷൻ വീഡിയോ ആണ്, ഒരു ഉപയോഗമല്ല. എപ്പം നമ്മൾ തോറ്റു കൊടുക്കൂല എന്ന് നമ്മൾ തീരുമാനിച്ചിറങ്ങുന്നോ, എപ്പം നമ്മളെ ആക്ഷേപിച്ചവരെയും ഗോസിപ്പ് പറഞ്ഞവരെയും ഒക്കെ മുമ്പിൽ നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് വെച്ച് ജീവിക്കണമെന്ന് തോന്നുന്നു, അപ്പം നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ ആർക്കും ഒരു തെറ്റും നമ്മൾ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് നമുക്കൊരു കോൺഫിഡൻസ് വരും. ആ കോൺഫിഡൻസ് ആണ് ഗൈസ് നമ്മളെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. കാരണം നമ്മൾ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ല, നമുക്ക് നമ്മുടെ കാര്യം നോക്കി മാത്രമാണ് നമ്മൾ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ സീരിയസ്ലി നമുക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പെൺകുട്ടികൾക്ക് നല്ല ഒരു ഉപദേശം, ഈ കഴിഞ്ഞ ഈ Q&Aയിൽ ഒരുപാട് പേർക്ക് അറിയാമെന്നുള്ളത്, എപ്പോഴാണ് കല്യാണം കഴിക്കുന്നത്, എപ്പം കല്യാണം കഴിക്കും, ലൈഫ് പാർട്ട്ണർ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. കല്യാണമാണ് കൂടുതൽ, അത് എല്ലാവരും പെൺപിള്ളേരാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മളെ ലൈഫിൽ കല്യാണമല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് കല്യാണം നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. കരിയർ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. നമ്മുടെ ലൈഫിന് ഓരോ പാർട്ടുകളുണ്ട്. അതിൽ കല്യാണം മാത്രം ഒരു പാർട്ടല്ല. കാരണം ഞാനെന്ന് പറഞ്ഞ വ്യക്തി റിലേഷൻഷിപ്പേന്നും പറഞ്ഞ് ജീവിച്ച ഒരു വ്യക്തിയെ എനിക്കറിയാം. അത് പോയപ്പോൾ, അത് ബ്രേക്കപ്പ് ആയ ടൈമിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, അങ്ങനെ നമ്മൾ ഒരാളാണ് നമ്മളെ ലോകം, ഈ ഒരിതാണ് നമ്മളെ ലോകം, നമുക്കിനി വേറെ ഒന്നുമില്ല എന്ന് ബാക്കി എല്ലാം നമുക്ക് സൈഡും, ഈ റിലേഷൻഷിപ്പാണ് നമ്മുടെ ലോകം എന്നും പറഞ്ഞ് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ടോട്ടലി തകർന്നു പോകും, ഭയങ്കരമായിട്ട് തകർന്നു പോകും. ആ തകർച്ചയിൽ നിന്ന് നമ്മളത് റിയലൈസ് ചെയ്ത് പുറത്ത് വരുമ്പോൾ പിന്നെ ഒരിക്കലും നമുക്ക് റിലേഷൻഷിപ്പോ കല്യാണമോ ആണ് നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും വലിയ സംഭവം തോന്നൂല. ഇന്നത്തെ കാലത്ത് ഏതൊരു പെൺകൊച്ചിനും വേണ്ടത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ഒരാളെയും തൂങ്ങി നിൽക്കാതെ, ഒരാളിലും കടിച്ച് തൂങ്ങി നിൽക്കാതെ, ഒരാളെയും ഡിപ്പെൻഡായിട്ട് നിൽക്കാതെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിന്ന് നമുക്ക് നമ്മളേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റണം. നമുക്കിപ്പോൾ ഫാമിലി ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ഞാൻ പറയാം, കല്യാണം കഴിഞ്ഞ് പോയാൽ പോലും നമ്മുടെ ഫാമിലിക്ക് ഒരാവശ്യം വന്നാൽ നമുക്ക് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ കാല് പിടിക്കുകയോ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ അടുത്ത് കെഞ്ചേണ്ട ഒരവസ്ഥ വരാതെ നമുക്ക് അവരുടെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് പറ്റണം. കാരണം കഴിഞ്ഞ 25-30 കൊല്ലം നമ്മളെ തറയെ വയ്ക്കാതെ നമ്മളെ പൊന്നപ്പോലെ നോക്കി അവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബെസ്റ്റ് കാര്യം എന്ന് പറയുന്നത് അവരെ നന്നായിട്ട് നോക്കുക, നമ്മളൊരു ബെറ്റർ ലൈഫ് ജീവിക്കുന്നത് അവർ കാണുക എന്നുള്ളതാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും കാര്യം. കല്യാണം കഴിഞ്ഞവരായിക്കോട്ടെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരായിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പാഡ് വാങ്ങാനായാലും ഇഷ്ടപ്പെട്ട ഒരു ലിപ്സ്റ്റിക്ക് വാങ്ങാനായാലും ഞാൻ കണ്ടിട്ടുണ്ട് ഹസ്ബൻഡിൻ്റെ അടുത്ത് എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, അന്ന് വാങ്ങിച്ചതാന്ന് കെഞ്ചുന്ന ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട് ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് ഹസ്ബൻഡിൻ്റെ അടുത്ത് കെഞ്ചുന്ന കാണുമ്പോൾ എനിക്ക് വിഷമായിട്ടുണ്ട്. ക്ലാസ്സിലെ ഏറ്റവും ടോപ്പ് എന്ന് വെച്ചാൽ കെമിസ്ട്രിക്ക് ഫുള്ള്, ഫിസിക്സിന് ഫുള്ള്, +2 10ാം ക്ലാസ്സിൽ ഫുള്ള് A+, അത്രയും നല്ല റിസൾട്ട് വാങ്ങിച്ച ആ കുട്ടി ഹസ്ബൻഡിൻ്റെ അടുത്തൊരു പാഡിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊച്ചിന് ഈ ഡ്രസ്സ് കൊള്ളൂല, നമുക്ക് കൊച്ചിന് ഡ്രസ്സ് എടുക്കണ്ടേന്നും പറഞ്ഞ് കെഞ്ചുന്ന ഫ്രണ്ട്സുകൾ എൻ്റെ കൂട്ടത്തിലുണ്ട്. അപ്പം ഞാനന്ന് വിചാരിച്ചു ഞാനൊന്നും പഠിച്ചിട്ടില്ല, ഞാനൊന്നും ടോപ്പേ അല്ല. കാരണം ടീച്ചർമാരൊക്കെ എന്നെ എടീ എന്ന് പറഞ്ഞാൽ ടീച്ചർമാരൊക്കെ എന്നെ കാണുമ്പോൾ നടക്കുന്നത്. അപ്പം അത്രയും ഇതായ ആൾക്കാർ അവരെ മിസ്റ്റേക്കല്ല, പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായാലും വീട്ടുകാർ കെട്ടിച്ചു വിട്ടതാണ്. എല്ലാം വേണം നമുക്ക്. കല്യാണം വേണം, കല്യാണം കഴിക്കാം. നല്ലൊരു പാർട്ട്ണർ വേണം, നല്ലൊരു പാർട്ട്ണർ വരുമ്പം കല്യാണം കഴിക്കാം. നല്ലൊരു ഫ്രണ്ട്സ് വേണം, നമുക്ക് കരിയർ വേണം, ട്രാവലിങ്, ഇതൊക്കെ വേണം, എല്ലാം വേണം. അതെല്ലാം നമുക്ക് ആ ബൗണ്ടറിയിൽ കീപ്പ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഭയങ്കര സമാധാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. ഇല്ല, നമുക്ക് ബൗണ്ടറീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ പലരും വലിഞ്ഞു കയറി വന്ന് നമ്മളെ ലൈഫിൽ ഇടപെടാനും നമ്മളെ ഇതിനൊക്കെ തുടങ്ങും. സോ അതുകൊണ്ട് കീപ്പ് യുവർ ബൗണ്ടറീസ് ആൻഡ് ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുക. ഇൻഡിപെൻഡൻ്റ് ആവുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് എത്ര ഹസ്ബൻഡ് പറയണടി നീ ജോലിക്കൊന്നും പോകണ്ട, എനിക്ക് ഇഷ്ടം പോലെ പൈസ ഉണ്ട് എന്ന് നോക്കണം, ഒരു പ്രശ്നമില്ല. ഹസ്ബൻഡിന് ഒരു കാര്യത്തിൽ നമ്മൾ ഫിനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യേണ്ടി വരില്ല. അപ്പോൾ ആ പൈസ അത്രയും നമുക്ക് സേവ് ചെയ്ത് വയ്ക്കുക, നമ്മളെ വീട്ടുകാരെ ഹാപ്പി ആക്കുക, നമ്മളെ വീട്ടുകാർക്ക് ഇഷ്ടമുള്ള വാങ്ങിച്ചു കൊടുക്കുക. ഒന്നുമില്ല, ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ വരെ നമുക്ക് സൂപ്പറായിട്ട് അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക, ഹസ്ബൻഡിന് വാങ്ങിച്ചു കൊടുക്കുക ഒക്കെ ചെയ്യാം. സോ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ്. എനിക്ക് ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടിയിട്ട്. ഇതിൽ ഞാൻ പറയാം, എനിക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസിന് എല്ലാത്തിനും ഞാൻ
ഉത്തരം തന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ആരെ കൂടെ നിന്നാലും കമ്മിറ്റഡ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരടുത്ത് ദയവ് ചെയ്ത് ഞാൻ പറയാണ്, ഞാൻ കമ്മിറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ അറിയിക്കാതെ രഹസ്യമായിട്ട് ഞാൻ കല്യാണം കഴിക്കൂല. ഞാൻ എന്തായാലും നിങ്ങളെ അറിയിച്ചിട്ടേ കല്യാണം കഴിക്കുള്ളൂ, അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ. അതുകൊണ്ട് നമുക്ക് ഇനി ഈ റിലേഷൻഷിപ്പാണോ കമ്മിറ്റഡ് ആണോ എന്നുള്ള അനാവശ്യ ക്വസ്റ്റ്യൻസ് മാറ്റിയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാം ഗൈസ്. സോ നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ചോദിക്കും, നമുക്ക് അപ്പോഴേ കുറേ സംസാരിക്കാം ആ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ Q&A ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ